Meet the editors. ധവളപത്രം കണ്ണാടിയോ എന്നാണ് ചോദ്യം. സുനിൽ, ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറഞ്ഞത് ഈ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. ഇന്ന് അതിനുള്ള മറുപടിയായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നു, ഇത് ഉമ്മാക്കിയല്ല, നിങ്ങളെ തുറന്നു കാട്ടുന്ന കണ്ണാടിയാണ് എന്ന് പറയുന്നു. ഇത് ഒരു സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് ആണ് ഈ ധവളപത്രത്തിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം, ഭരണപക്ഷത്തിൻ്റെ ആരോപണം. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു രാഷ്ട്രീയ രേഖയാണ് എന്നാണ്. കണ്ണാടിയാണോ ധവളപത്രം? ഇതൊരു രാഷ്ട്രീയ രേഖയാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം ആദ്യം തന്നെ വി ഡി സതീശനെ അഭിനന്ദിക്കുന്നു. കാരണം ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ എന്തുണ്ട്, സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നത് വ്യക്തമാക്കാനായി ഒരു ധവളപത്രം ഇറക്കാനുള്ളൊരു എഫേർട്ട് നടത്തിയതിന് വി ഡി സതീശനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ ധവളപത്രം പരിശോധിച്ചാൽ ഇതിൻ്റെ കണ്ണാടി എന്ന് പ്രതിപക്ഷത്തിന് നേരെ തിരിച്ചു വയ്ക്കുന്ന ഈ കണ്ണാടിക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, അത് ഒരു വശത്ത് നിന്ന് മാത്രമുള്ള കണ്ണാടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഭരണ സാഹചര്യങ്ങൾ, സാമ്പത്തിക മാനേജ്മെൻറ്റ് ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് പുറത്തിറക്കുന്ന ഈ ഒരു ധവളപത്രം അത് ഈ 10 വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ ഭരണത്തെ വിമർശിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് എന്ന് കൃത്യമായി ഈ ഒരു ധവളപത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇതിൽ നെഗറ്റീവ് ഫാക്റ്റ് മാത്രമാണ് ഈ ധവളപത്രത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ആദ്യം മുതൽ തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 5 ലക്ഷം കോടി, 5.07 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ധവളപത്രത്തിൽ കുടിശ്ശിക ബാധ്യത ഇനത്തിൽ 48,733 കോടി രൂപ സർക്കാരിന് അടിയന്തരമായി വേണം എന്ന് പറയുന്നു. 35,000 കോടി രൂപയുടെ പദ്ധതി പണം കണ്ടെത്തണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഖജനാവിൽ 6,322 കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞ അവകാശപ്പെട്ട കഴിഞ്ഞ സർക്കാർ, അതേസമയം കഴിഞ്ഞ മെയ് മാസം 16-ാം തീയതി ആയപ്പോൾ ഖജനാവിലെ വലിപ്പം എന്ന് പറയുന്നത് 2,212 കോടി രൂപയായി കുറഞ്ഞു. ആ അർത്ഥത്തിൽ നോക്കിയാൽ അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 78,851 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 3 എണ്ണം ചൂണ്ടിക്കാണിക്കുന്നത്: ഒന്ന് KSRTC ആണ്, രണ്ടാമത്തേത് വാട്ടർ അതോറിറ്റിയാണ്, മൂന്നാമത്തേത് KSEB ആണ്. അപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ 72% നഷ്ടമുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് 78,851 കോടി രൂപയുടെ നഷ്ടം പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടമുണ്ടാക്കുന്ന സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഈ 3 സ്ഥാപനങ്ങൾ 72% നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് ഈ ധവളപത്രം പറയുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത്. കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാനുള്ള ഒരു ഏജൻസിയാണ്. സർക്കാരിന് പുറത്തു നിന്ന് ഒരു സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കുകയും വലിയ തോതിൽ കടമെടുക്കുകയും സർക്കാരിന് വലിയ സാമ്പത്തിക ആഘാതത്തിൻ്റെ കുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനമായി പ്രവർത്തിച്ചു എന്ന് ഈ ഒരു ധവളപത്രം കുറ്റപ്പെടുത്തുകയാണ്. ഈ അർത്ഥത്തിൽ നോക്കിയാൽ സംസ്ഥാനം വട്ടപൂജ്യമാണ്. ഇനി ഒന്നും 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് സംസ്ഥാനത്ത് എന്ന് ധവളപത്രം പറയുന്നു. പക്ഷേ നമ്മൾ കിഫ്ബിയുടെ കാര്യം മാത്രം എടുക്കുക. കഴിഞ്ഞ 10 വർഷത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ 1 കിഫ്ബി ഏതാണ്ട് 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കിയത്. 1.10 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതി കേരളത്തിൽ കിഫ്ബി നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് വികസന പദ്ധതികളുണ്ട്. ഏതാണ്ട് 1,237 വികസന പദ്ധതികളാണ് കിഫ്ബി വഴി കഴിഞ്ഞ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. കിഫ്ബി എടുത്ത കടം എത്രയാണ്? 42,053 കോടി രൂപയാണ് കിഫ്ബി എടുത്തിരിക്കുന്ന കടം എന്ന് പറയുന്നത്. 42,053 കോടി രൂപ. അതിൽ ഏതാണ്ട് 9,845 കോടി രൂപ കിഫ്ബിയുടെ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി തിരിച്ചടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഏതാണ്ട് കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ ബാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഈ ധവളപത്രം പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിഫ്ബിയിലെ ഈ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് കിഫ്ബി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ ഒരു റിട്ടേണും കിട്ടുന്നില്ല എന്നാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയല്ല, കിഫ്ബിയിലൂടെ ഏതാണ്ട് 6,426 കോടി രൂപയുടെ വരുമാനം
കിഫ്ബിയിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സംസ്ഥാനത്തിൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടാണ്. സാമ്പത്തിക രംഗം വട്ടപൂജ്യമാണല്ലോ. കഴിഞ്ഞ 5 വർഷത്തെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം, അത് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ചൂണ്ടിക്കാണിച്ച് 5 വർഷത്തെ നോക്കാം. 2021-22 വർഷം സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം എന്ന് പറയുന്നത് 53,340 കോടി രൂപയായിരുന്നു. നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് 10,462 കോടി രൂപയായിരുന്നു. അങ്ങനെ 2021-22 വർഷം ആകെ 68,803 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനമായി ബജറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഇത് 1,10,11,660 കോടി രൂപയായി വർദ്ധിക്കുന്നുണ്ട്. നികുതി വരുമാനം എന്ന് പറയുന്നത് 91,514 കോടി രൂപയും നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് 19,145 കോടി രൂപയുമായി വർദ്ധിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് നികുതി വിഹിതമായി 30,000 കോടി രൂപയും കിട്ടുന്നു. അങ്ങനെ ഏതാണ്ട് 1,40,40,000 കോടി രൂപയുടെ 1,40,40,000 കോടി രൂപയുടെ വരുമാനം അത് സംസ്ഥാന തലത്തിലും കേന്ദ്ര വിഹിതമായും ലഭിച്ച് ഒരു വർഷം ഉണ്ടാക്കുന്ന ഒരു വലിയ സാമ്പത്തിക രംഗത്ത് ആ നിലയിൽ കേരളം വളർന്നിരിക്കുന്നു എന്നതാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട്, അത് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ വെച്ചിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പരിശോധിച്ചാലും ഈ നിലയിലുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാകും. കേരളത്തിൽ ബജറ്റ് വിഹിതത്തിൻ്റെ ഏതാണ്ട് 70-80%, കേരളത്തിൻ്റെ 70-80% കേന്ദ്രത്തിൻ്റെ തനത് വിഹിതമാണ്, കേരളത്തിൻ്റെ തനത് വിഹിതമാണ്. ബാക്കിയുള്ള ഏതാണ്ട് 20-25% മാത്രമാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഈ ധവളപത്രത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഒരു ദിശയിൽ മാത്രം തിരിച്ചു വെച്ചിരിക്കുന്ന കണ്ണാടിയാണ് എന്നത്. രണ്ടാമത്തെ വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ധവളപത്രത്തിൽ ഒരു സാമ്പത്തിക റിയാലിറ്റിയാണല്ലോ വി ഡി സതീശൻ പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഖജനാവ്, ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന്. അങ്ങനെ പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ കേരളത്തിന് പണം ലഭിക്കുന്നത്? ആ പണം എവിടെ നിന്ന് വരുന്നു? എവിടെയൊക്കെ നിന്ന് വരുന്നു? അതിലെവിടെയാണ് ചോർച്ചയുണ്ടാകുന്നത്? എവിടെയാണ് തടസ്സമുണ്ടാകുന്നത്? കേരളത്തിന് വരുന്ന പണത്തിൽ തടസ്സമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേന്ദ്ര സർക്കാരാണ്, അല്ലെ? കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പണത്തിൽ എത്ര കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത്. ആദ്യം GST നടപ്പാക്കിയപ്പോൾ സംസ്ഥാനത്തിന് വന്നുകൊണ്ടിരുന്ന തുകയിൽ 9% കുറവാണുണ്ടായത്. 9% കുറവ് GST നടപ്പാക്കിയപ്പോൾ മാത്രം. രണ്ടാമത്തേത്, കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് കമ്മി എന്ന് പറഞ്ഞ് ഓരോ വർഷവും സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വിഹിതമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഏതാണ്ട് 37,814 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് കമ്മി ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു പ്രതിവർഷം കണക്കാക്കിയാൽ ഏതാണ്ട് 7,562 കോടി രൂപ. അത് ഇനിയുള്ള 5 വർഷം കേരളത്തിന് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും കിട്ടാനുള്ള തുക. നമ്മൾ നേരത്തെയൊക്കെ തന്നെ PMCയുടെ കാര്യത്തിൽ വലിയ വിവാദവും രാഷ്ട്രീയ വിവാദവും ചർച്ചയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഈ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം, അതിൽ ഏതാണ്ട് 1,500 കോടി രൂപ കിട്ടാനുണ്ട്. ഈ നിലയിൽ നമ്മൾ നോക്കിയാൽ, അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ നിലയിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു സംസ്ഥാനത്തോട് എത്രത്തോളം സാമ്പത്തിക ഉപരോധം ഒരു കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുമോ അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള നിലപാട് കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. എന്തിന് വയനാട്ടിലെ ഈ ദുരന്തബാധിതരെ സഹായിക്കാനായി 2,000 കോടി രൂപയുടെ പാക്കേജ് നൽകിയിട്ട് കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചു? ആ നിലയിലടക്കം നമ്മൾ പരിശോധിച്ചാൽ പല കാലത്തും കേരളത്തിന് ആവശ്യമായ ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറാൻ ഒരു കാലത്തും കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല, കേരളത്തിന് അർഹമായ തുക പലപ്പോഴും നൽകുന്നതിൽ പോലും കേന്ദ്ര സർക്കാർ വിമുഖത കാട്ടി. എന്തുകൊണ്ടാണ്?
വി.ഡി. സതീശൻ്റെ ഈ ധവളപത്രം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഈ ധവളപത്രത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാത്തത്? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഈ കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തത് കൊണ്ടാണ് കേരളത്തിന് ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്? അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണമായത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയമാണ് എന്ന് എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ പറയാത്തത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ്. ആ വാഗ്ദാനങ്ങളിൽ കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഈ മാസം 15-ാം തീയതി മുതൽ കേരളത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാൻ പോവുകയാണെന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ KSRTC ആണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയാകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് ഈ ധവളപത്രത്തിൽ വി.ഡി. സതീശൻ പറയുന്നത്. അതായത് 48,000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 78,851 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്ന് KSRTC ആണ്. ആ KSRTCയിലാണ് ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രഖ്യാപിച്ച വലിയ വാഗ്ദാനമാണ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും എന്ന് പറയുന്നത്. ഇതടക്കമുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പെൻഷൻ, സാലറി, ഇതൊക്കെ വലിയ ബാധ്യതയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 80% നിങ്ങൾ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും നിങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനും ഒക്കെ ചെലവാക്കുന്നു എന്നാണ് ഈ ധവളപത്രത്തിൽ പറയുന്നത്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയല്ല. അതിനെ ഒരു ബാധ്യതയായി കാണിക്കുന്ന ഒരു ധവളപത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ധവളപത്രത്തിൻ്റെ ഒരു അപകട സാധ്യത കണക്കാക്കുന്നത് ഇത് വലിയ തോതിൽ സാമ്പത്തിക സമാഹരണം ഏതു വിധേനയും നടത്താനുള്ള ഒരു വാതിലാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർഗമാക്കാൻ വേണ്ടി, അതിൻ്റെ ഒരു അടിത്തറ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ധവളപത്രമാണ്. ഇനി സംസ്ഥാനം കാണാൻ പോകുന്നത് വലിയ സ്വകാര്യവൽക്കരണ നീക്കവും വലിയ സാമ്പത്തിക ഉദാരവൽക്കരണ നീക്കവുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു കണ്ണാടിയായിട്ടാണ് ഞാൻ ഈ ധവളപത്രത്തെ കാണുന്നത്. ഓക്കെ, ധവളപത്രം കണ്ണാടിയാണോ എന്നാണ് ചോദ്യം. ഇത് കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം തൽസ്ഥിതി റിപ്പോർട്ട് എന്ന ആമുഖത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ധവളപത്രങ്ങൾ തയ്യാറാക്കുന്നതിൽ ഇത് നടാടെയൊന്നുമല്ല, ഇത് 5ാമത്തേതാണ്. ഇത് 1987 ആദ്യം ഉണ്ടാക്കിയത്. അതിനുശേഷം 2001 ആന്റണി മന്ത്രിസഭയിൽ അധികാരത്തിലേക്ക് വരും, AK ആന്റണി അധികാരത്തിലേക്ക് വരുമ്പോഴാണ്. അതിന് മുന്നത്തെ സർക്കാർ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി ട്രഷറി പൂട്ടിയ കാലത്തിന് ശേഷം വന്ന ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണത്തിലേക്ക് വന്നപ്പോഴേക്കും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിന് നടത്തേണ്ടതായി വന്നു. അത് വലിയ സമരങ്ങളിലേക്കൊക്കെ നയിച്ചു. അതായത് സർക്കാർ ശമ്പള പരിഷ്കരണം അടക്കം പിടിച്ചു വയ്ക്കുകയായിരുന്നു. വലിയ സമരങ്ങൾ അതിനുശേഷം ഉണ്ടായി. അപ്പോൾ AK ആന്റണി ഈ സർക്കാർ അധികാരത്തിലേറും മുമ്പ് മുണ്ട് മുറുക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ വാചകവുമായി ചേർത്തുള്ള വിമർശനങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്ന ധവളപത്രം എപ്പോഴാണ് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വരുന്ന ധവളപത്രമാണ്. അത് ഡോക്ടർ തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രമായിരുന്നു. ഇതിനിപ്പോൾ ധവളപത്രം എന്ന പേര് ഇട്ടിട്ടില്ല. ഇത് മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഇതിനെ ഒരു ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന വാചകം പറഞ്ഞതുകൊണ്ടാണ് ഇതൊരു കണ്ണാടിയാണ് എന്നുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ ധനമന്ത്രി അടക്കം സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വാർത്താ സമ്മേളനത്തിലോ പിന്നീട് നടത്തിയ വാർത്താക്കുറിപ്പിലോ ആ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളത്. ഇതൊരു ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം നടന്നിരിക്കുന്നു, പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നു, പുറത്തുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നു, എന്തൊക്കെയോ രഹസ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എന്ന മറ്റുള്ള പ്രതികരണം ആദ്യം നടത്തി. പക്ഷേ അങ്ങനെയല്ല. ഇത് ഏത് രൂപത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ഈ കഴിഞ്ഞ സർക്കാരിനെ അങ്ങോട്ട് വിമർശിച്ച് ഇല്ലാതാക്കി കളയാം എന്ന രൂപത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടല്ല എന്നതിൻ്റെ ആമുഖത്തിൽ പറയുന്നു. വിമർശന ബുദ്ധിയോടെ കഴിഞ്ഞ കാലത്തെ വീണ്ടും പരിശോധിക്കുക എന്നതല്ല ഈ റിപ്പോർട്ടിൻ്റെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. മറിച്ച് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികളെ വ്യക്തതയോടും വസ്തുനിഷ്ഠതയോടും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ബാക്കിയിരിക്കുന്നത്? അതിൽ നിന്ന് തുടങ്ങണമല്ലോ. അപ്പോൾ അത് കൃത്യമായി എന്താണ് നമ്മുടെ ഖജനാവിലുള്ളത് എന്ന് വിശദമാക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ 10 വർഷം ഏത് രൂപത്തിലാണ് സർക്കാരുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് ഊന്നിയത്, മറിച്ച് ഞങ്ങൾ വരുമ്പോൾ ഇതിലാണ് ഊന്നുക എന്ന് വിശദീകരിക്കുന്ന രൂപത്തിലുള്ളതാണ്. ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളില്ല എന്ന് പറയുമ്പോൾ
പലയിടങ്ങളിലായി കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആമുഖത്തിൽ തന്നെ പറയുന്നു, കേന്ദ്രവിഹിതത്തിലുണ്ടായ ക്രമാനുഗതമായ കുറവ് ഉൾപ്പെടെയുള്ള ഘടനാപരമായ കാരണങ്ങളാൽ കേരളം വിട്ടുമാറാത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഈ റിപ്പോർട്ട് ഈ പറഞ്ഞ ഒരു പുറത്തേക്ക് കൊടുത്ത് ഒരു രഹസ്യം പുറത്തേക്ക് വിടുന്ന രൂപത്തിലല്ല. ഇത് ഈ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചിരിക്കുന്നത്, ഈ പ്രക്രിയയിലുടനീളം സുപ്രധാന പങ്കുവഹിക്കുകയും ചെയ്തിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ശ്രീ KR ജ്യോതിലാലാണ്. ഇതിൽ പ്രധാനമായും ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധരാണ്. ആരൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ മുൻ ഡയറക്ടർ പ്രൊഫസർ D നാരായണയുണ്ട്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് CDSൻ്റെ ഡയറക്ടർ പ്രൊഫസർ C വീരമണിയുണ്ട്. കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് തങ്ങളുടെ ആഴത്തുള്ള വൈദഗ്ധ്യവും അറിവും പങ്കുവയ്ക്കുന്നവരാണ്. CDSലെ തന്നെ പ്രൊഫസർ M പരമേശ്വരൻ, ഗിഫ്റ്റിലെ ഡോക്ടർ കിരൺ കുമാർ കാക്കർലപ്പുടി എന്നിവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ വിലപ്പെട്ട ഗവേഷണ വിശകലന പിന്തുണ നൽകി. ഇത് ചില സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ആ സർക്കാരിന് അനുകൂലമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ സർക്കാരിന് വേണ്ടി തയ്യാറാക്കുന്ന റിപ്പോർട്ട് എന്ന രൂപത്തിലല്ല. എന്താണ് ധനസ്ഥിതി, എന്താണ് അടുത്തതായി ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു മാർഗരേഖയായിട്ടാണ് ഈ രൂപരേഖയെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്നിലധികം ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കിഫ്ബിക്കെതിരായിരുന്നു താൻ എന്നുള്ളതാണ്. കിഫ്ബി വിരുദ്ധനായിരുന്നു താൻ എന്നുള്ളതാണ്. അങ്ങനെ കിഫ്ബി വിരുദ്ധനായിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ കിഫ്ബി വിരുദ്ധനല്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ധവളപത്രം എന്നുള്ളതാണ്. ഇതിൽ കിഫ്ബിയെ എങ്ങനെയാണ് മിസ്മാനേജ് ചെയ്തത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കിഫ്ബിയെ എങ്ങനെ സർക്കാരിൻ്റെ ഭാഗമാക്കാം, ഇതിൽ ബജറ്റിന് പുറത്തുനിന്ന് എന്നുള്ള രൂപത്തിൽ കിഫ്ബി തുടങ്ങിയെങ്കിലും അതങ്ങനെ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ ശേഷം ആ രൂപത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതൊരു പുറത്തു നിൽക്കുന്ന സംവിധാനമായി പ്രവർത്തിക്കുകയായിരുന്നാണ് വിശദീകരിക്കുന്നത്. നിലവിൽ കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യതയുണ്ട്. ഇതിന്റെ തിരിച്ചടവ് ഭാരം സംസ്ഥാന സർക്കാരിന്റെ ചുമലിലാണ് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികൾക്ക് ഇനിയും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. കിഫ്ബിക്ക് തനതായ വരുമാന സ്രോതസ്സുകളില്ല എന്നും അതെടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ കടമായി കണക്കാക്കുമെന്നുള്ള CAGയുടെ വിലയിരുത്തൽ അർത്ഥമാക്കുന്നത് സംസ്ഥാനത്തിന്റെ വായ്പാ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാതെ ഒരു സ്വതന്ത്ര ഫണ്ട് ശേഖരണ ഏജൻസിയായി പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് കഴിയില്ല എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ അലോക്കേഷൻ നടന്നിട്ടുള്ളത്, ഫണ്ട് അലോക്കേഷൻ നടന്നിട്ടുള്ളത്, പദ്ധതികളുടെ വിതരണത്തിലും മുൻഗണനാക്രമത്തിലും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഗൗരവതരമായ സംശയങ്ങൾ ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. മൊത്തം അംഗീകരിച്ച തുകയുടെ 20% അനുവദിച്ച ഫണ്ടിന്റെ 19% ലഭിച്ചത് കണ്ണൂർ ജില്ലയ്ക്കാണ് എന്ന് പറയുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ജില്ലയിലേക്ക് കൂടുതൽ കൊടുത്തോ, അവിടുത്തെ നേതാക്കൾക്ക് തൃപ്തികരമായ രൂപത്തിലേക്ക് ആ ജില്ലയിലേക്ക് കൂടുതൽ കൊടുത്തോ എന്ന സംശയം തോന്നാം. പിന്നീട് അടുത്ത ലൊക്കേഷൻ വരുന്നത് ഈ പറയുന്ന തലസ്ഥാനത്തേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ് 17%. എറണാകുളം ജില്ലയ്ക്ക് കൊടുക്കേണ്ടതാണല്ലോ, മെട്രോ സിറ്റിയാണ്, അത് 11%. ഇങ്ങനെ ചെല്ലുമ്പോൾ മൊത്തം ഫണ്ടിന്റെ പകുതിയോളം ഈ 3 ജില്ലകളിലായി ഒതുങ്ങുന്നു എന്ന കാര്യം കൂടി പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പറയുന്ന SC ST കുട്ടികൾക്കുള്ള ഫണ്ട് അടക്കം അവർക്കുള്ള ഗ്രാന്റ് അടക്കം നിർത്തലാക്കിയ സാഹചര്യം ഉണ്ടായിട്ട് അത് നമ്മൾ പല വാർത്തകളായി റിപ്പോർട്ടുകളായി വന്നിട്ടുണ്ട്. എത്രയോ മാസങ്ങളായി ഗ്രാന്റ് കിട്ടാതെ കുറേ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച കണക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗ്രാന്റ് നൽകാതിരുന്നതിൻ്റെ കണക്കുകൾ അടക്കം ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന തത്വം, അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കിഫ്ബിയുടെ കടങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ കടങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. കിഫ്ബി എന്നത് സർക്കാരിൻ്റെ പുറത്തുള്ള സംവിധാനമായി പ്രവർത്തിക്കില്ല, അത് സർക്കാരിൻ്റെ കടമായി മാറുന്നു. ഫണ്ട് സമാഹരണ ചെലവ് സർക്കാരിൻ്റെ നേരിട്ടുള്ള വായ്പാ നിരക്കിനേക്കാൾ കൂടുതലാണ് എന്ന കാര്യം കൂടി അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. വേറെയും കിഫ്ബിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വേറെ ഭാഗത്തും വരുന്നുണ്ട്. ഇനി പറയുന്ന ഒരു കാര്യം പൊതുമേഖലയുമായി ബന്ധപ്പെട്ടാണല്ലോ. പൊതുമേഖല ഒന്നാം വിഭാഗത്തിൽ നമ്മൾ കണ്ട ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഈ റിപ്പോർട്ടുകൾ പോകുന്നു എന്നുള്ളതാണ്. ഒന്നാം വിഭാഗത്തിൽ നമ്മൾ കണ്ടതുപോലെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനത്തിന് വികസനമായി കേരള സർക്കാർ വലിയ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനക്ഷമത സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാരോഗ്യത്തിന് വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. വലിയ നിക്ഷേപം നടത്തി എന്ന് പറയുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയല്ല ആ ഘട്ടത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് പിന്നീട് പ്രവർത്തിച്ചു പോകുന്നത്? മുകളിലെ വിഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനങ്ങളിലെ തുടർച്ചയായ നഷ്ടം അവയുടെ അറ്റമൂല്യത്തിൽ ഇടിവുണ്ടാകുന്നതിനും നിരന്തരമായ പണനഷ്ടത്തിനും കാരണമാകുകയും തങ്ങളുടെ പ്രവർത്തനത്തെ മുന്നോട്ട് പോകാനായി ബജറ്റ് വിഹിതത്തെ മാത്രം ആശ്രയിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഇത് പല പബ്ലിക് യൂട്ടിലിറ്റി സ്ഥാപനങ്ങളുടെ മോശം പ്രകടനം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലുടനീളം വിപുലമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന വസ്തുത പറയുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മോശം സാമ്പത്തിക പ്രകടനം കാരണം ലാഭമായും സംസ്ഥാനത്തിൽ ലഭിച്ച വരുമാനം തികച്ചും നിസ്സാരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രകടനം മോശമാകുമ്പോൾ ഈ പറഞ്ഞ സ്വകാര്യവൽക്കരണത്തിലേക്ക്
കൊണ്ടുപോകാമോ എന്ന തരത്തിലുള്ള സൂചനകൾ അതിൽ വായിക്കാമെങ്കിലും അങ്ങനെ ഈ സർക്കാർ പോകുമോ? അതായത് ഇതിലെ മുഴുവൻ നിർദ്ദേശങ്ങളും അതേപടി നടപ്പാക്കിയല്ലോ സർക്കാർ ചെയ്യുക. ഇത് നിർദ്ദേശമായി വരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ ധനവകുപ്പ് അറിയാതെ അല്ലെ ഫാക്ട് ചെക്ക് നടത്താതെ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നു, അതങ്ങോട്ട് വായിക്കുന്നു എന്ന രൂപത്തിലല്ല. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് അത് വായിക്കാതെ തന്നെ ആദ്യമായി രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് കടന്നതെന്നുള്ളതാണ്. ഇത് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ യോഗത്തിൽ 5 ദിവസം നടന്ന ഈ കൂടിയാലോചനകളിൽ താൻ തന്നെ ദിവസം 3 മണിക്കൂറോളം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടേതായ ആശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് രൂപത്തിൽ പോകാൻ പോകുന്നു എന്നതിൻ്റെ സൂചന ഇതിലുണ്ട് എന്നുള്ളതാണ്. ഈ കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ട് 259 പേജിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുരുങ്ങുന്ന കേന്ദ്രവിഹിതം എന്ന തലക്കെട്ടോടുകൂടി തന്നെയാണ് സംസ്ഥാനങ്ങളുമായി പങ്കിടാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള കേന്ദ്ര നികുതി വരുമാനത്തിന്റെ വിഹിതത്തെയാണ് ഡിവിസിബിൾ പൂൾ എന്ന് വിളിക്കുന്നത്. ഭരണഘടനയുടെ 270 അനുച്ഛേദ പ്രകാരം കേന്ദ്രം പിരിക്കുന്ന സെസ്സുകളും സർചാർജുകളും ഈ പൂളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഈ പൂളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ ലംബമായ വിഹിതം തുടർച്ചയായി വന്ന ധനകാര്യ കമ്മീഷനുകൾ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ 13-ാം ധനകാര്യ കമ്മീഷനിൽ കാര്യം പറയുന്നു, 16 വരെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇനി ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ള കാര്യം എന്നുള്ളത് ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ പ്രായപരിധി അല്ലേ 55 ഉയർത്തണം എന്നുള്ള ഒരു പ്രായപരിധി ഉയർത്തണം എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ആയുർദൈർഘ്യം കൂടുതലാണല്ലോ, 80 വയസ്സ് വരെയുണ്ട്. അപ്പോൾ 55ാമത്തെ വയസ്സിൽ തന്നെ ഒരാൾ റിട്ടയർ ആകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നീതികേട് എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. സാമൂഹ്യ നീതിയോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്നൊരു സംശയം അവിടെ ഉയരുകയാണ്. പല കാലങ്ങളിലായി പല ഘട്ടങ്ങളിലായി ഈ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ യുവാക്കൾക്ക് എവിടെ ജോലി എന്ന ചോദ്യം ഉയരും. പക്ഷേ യുവാക്കൾക്ക് സർക്കാർ ജോലി എന്നതിനപ്പുറം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കൂടി പരിശോധന വേണ്ടത് ഉണ്ട്. ഇപ്പോൾ 80 വയസ്സിന് മുകളിൽ ജീവിക്കുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ 55 വയസ്സ് എന്നുള്ളത് ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തണം എന്നൊരു നിർദ്ദേശം ഇതിൽ വരുന്നു. അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഉറപ്പായും ഇവിടെ യുവാക്കളുടെ സമരത്തിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. പക്ഷേ ഇത് മാറ്റാൻ കഴിയും. എങ്ങനെയാ? സർക്കാർ സർവീസുകളിൽ തന്നെ പിൻവാതിൽ നിയമനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ ശക്തമായ രൂപത്തിൽ ഉയർന്ന ആരോപണമാണ്. എല്ലാ സർക്കാർ കാലത്തും ചെറിയ തോതിലൊക്കെ നടക്കാറുണ്ടെങ്കിൽ 10 വർഷം പിൻവാതിൽ നിയമനം എന്നുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു. ആ പിൻവാതിൽ നിയമനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. വേറെ ഒന്ന് കാര്യം കൂടി ചെയ്യാൻ സാധിക്കും. എയ്ഡഡ് സ്ഥാപനങ്ങളടക്കം PSC നിയമനം നടത്തണം. എയ്ഡഡ് സ്ഥാപനങ്ങളടക്കം PSC വഴി നിയമനം നടത്തിയാൽ ഈ പറയുന്ന സമുദായ സംഘടനകളോടുള്ള ഒരു കൃത്യമായ നിലപാട് കൂടി പറയലാവും. അതുകൂടി ചെയ്യേണ്ടതാണ്. കാരണം അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവർ നിയമനങ്ങൾക്ക് വലിയ രീതിയിൽ കോഴ വാങ്ങുന്നു, വലിയ തുക വാങ്ങിയിട്ടാണ് ആളുകൾക്ക് ജോലി നൽകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം അത് ഒഴിവാക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടക്കണക്ക് എന്ന് പറയുമ്പോൾ 78,851 കോടിയാണ് 2024-25 ആകെ നഷ്ടമായി പറയുന്നത്. അപ്പോൾ അവയ്ക്ക് പ്രൊഫഷണലായ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്നുള്ളതാണ്. ആ പൊളിച്ചെഴുത്ത് ഏത് രൂപത്തിലാകും എന്നുള്ളതാണ്. അത് പൂട്ടുക എന്ന അർത്ഥത്തിലാകരുത് എന്നുള്ളതാണ്. പൂട്ടും എന്ന് കരുതുന്നുമില്ല എന്നുള്ളതാണ്. KSRTC നഷ്ടത്തിലായി എന്ന് പറയുമ്പോൾ KSRTC ലാഭത്തിലാകുന്ന ഒരു ബിസിനസ്സായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് KSRTC ആ രൂപത്തിൽ തന്നെ ഒരു എന്താ പറയുക, ആളുകൾക്ക് സർവീസ് എന്ന രൂപത്തിൽ തന്നെ KSRTC കാണാനുണ്ട്. ആ നഷ്ടം എങ്ങനെ നികത്താനാകും എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെയാണല്ലോ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന കാര്യം വരുന്നത്. അപ്പോൾ അതിൽ കൂടി ഒരു സർക്കാരിൻ്റെതായ, അത് സർക്കാരിന് അറിയാമല്ലോ, സ്വാഭാവികമായും അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാകുമ്പോൾ അതിനെ മറികടക്കാൻ എന്ത് വേണമെന്നുള്ള അവർ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇന്ന് പോലും മുഖ്യമന്ത്രി പറയുന്ന ഈ സർക്കാർ പറഞ്ഞിരുന്ന ഗ്യാരണ്ടികളുടെ കാര്യത്തിൽ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. 15-ാം തീയതി മുതൽ വരാൻ പോകുന്നു എന്നുള്ള കാര്യം. 1ാമത്തെ ഗ്യാരണ്ടി പകുതി നടപ്പാക്കി, ആശാവർക്കർമാരുടെ കാര്യം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗ്യാരണ്ടി നടപ്പാക്കും. ഈ പറയുന്ന KSRTC നഷ്ടത്തിലാണെന്ന സത്യം ബോധ്യപ്പെട്ടതിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് 15-ാം തീയതി ഈ പറയുന്ന ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നഷ്ടത്തിലായത് പൂട്ടുക എന്നല്ല, ഇപ്പോൾ അതൊരു സ്വകാര്യവൽക്കരണം എന്ന രൂപത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന VD സതീശൻ അതിൽ നിന്ന് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും. അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചന ഈ 2 വർഷം മുൻപ് തന്നെ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും കോൺക്ലേവുകൾ നടത്തുകയും ഡോക്യുമെന്റ്സ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യാത്ര കൂടി നടന്നത്. അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെയും തുടർച്ചയാകാം നമുക്ക് കാണാൻ പോകുന്ന ബജറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇത് പൂർണ്ണമായും കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തി അങ്ങ് തകർക്കാമെന്നുള്ള രൂപത്തിൽ തയ്യാറാക്കിയ ഒരു തൽസ്ഥിതി റിപ്പോർട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ കഴിഞ്ഞ സർക്കാരുകളുമായി ബന്ധപ്പെട്ടും നല്ല കാര്യങ്ങൾ കൂടി പൂർണ്ണമായും പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വിമർശനം അതിലില്ല. പക്ഷേ സഭയിൽ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ ചില രാഷ്ട്രീയ മറുപടികളും ഉണ്ടായിരുന്നു. മധു, ഇതൊരു കണ്ണാടിയാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇത് ഉമ്മാക്കിയല്ല, അത് പകരം നിങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ
സാമ്പത്തിക മിസ്മാനേജ്മെന്റിന് നേരെ ഉണ്ടായ ഒരു കണ്ണാടിയാണ് എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. കണ്ണാടി ആവേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ധവളപത്രം നിയമസഭയിൽ വെക്കുന്ന സമയത്ത് കൃത്യമായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ച ഒരടിസ്ഥാന രേഖയായി അടുത്ത 5 വർഷക്കാലം പരിഗണിക്കേണ്ടുന്ന രേഖ, ആധികാരികമായൊരു രേഖ എന്ന നിലയ്ക്ക് കണ്ണാടി തന്നെ ആവേണ്ടതാണ്. എന്താണ് യാഥാർത്ഥ്യം അത് അപ്പടി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാകണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആ കാര്യത്തിൽ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അത് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളതും എന്നതാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതൊരു കടപ്പേടി ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു സാമ്പത്തികാവസ്ഥയെ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് കടപ്പേടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് 5.07 ലക്ഷം കോടി രൂപ കടം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. കടം ഒരു വലിയ, വ്യക്തിപരമായി പോലും കടം ഒരു വലിയ പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് അതിനെ ആ നിലയ്ക്ക് പേടിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ സാമ്പത്തിക ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മുടെ എപ്പോഴും നമ്മുടെ ഈ GSDPയുമായി താരതമ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ പരിഗണിക്കാറ്. അതിൽ ഇതിൻ്റെ അവതാരികയിൽ തന്നെ പറയുന്നൊരു കാര്യത്തിൽ ഒരു അർത്ഥസത്യ പ്രകടനമുണ്ട് എന്നത് സത്യമാണ്. കടബാധ്യത 2020-21 കാലയളവിൽ GSDPയുടെ 40.3%. ഈ പറയുന്ന കണക്കുകളിലെല്ലാം മുൻ സർക്കാരിൻ്റെ, അതായത് ഇടതുപക്ഷത്തിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഇപ്പോൾ 40% എന്ന് ഈ പറയുന്ന സമയത്ത് അത് 40% ഇല്ല എന്നുള്ളതാണ് LDF പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബദൽ ധവളപത്രം പുറത്തിറക്കുമോ എന്ന ചർച്ചകൾ സജീവമാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തു വെച്ചിരിക്കുന്ന ഈ പേപ്പറിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് പറയുന്നത്. 2021 കാലയളവിൽ GSDPയുടെ 40.3%. 2025-26 ആയപ്പോൾ അത് 33.32% കുറഞ്ഞു. നോക്കൂ, 6%-ലധികം വർധന, ഏതാണ്ട് 7% അടുത്ത് നിൽക്കുന്ന കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ 7%-ൻ്റെ അടുത്ത ഒരു കുറവ് കടബാധ്യതയിൽ ഉണ്ടാകുന്നു GSDPയുമായി താരതമ്യം ചെയ്യുന്നു എന്ന് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് ആക്ച്വലി. പക്ഷെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യം വെച്ച നിരക്കിൽ കുറഞ്ഞിട്ടില്ല എന്നതാണ്. അതായത് കേരളം ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് ഓരോ സർക്കാരും അധികാരം മാറുന്ന സമയത്ത് എന്താണോ ഇപ്പോഴത്തെ കടം അതിൻ്റെ ഇരട്ടി എന്ന നിലയ്ക്ക് പൊതുകടം വർദ്ധിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് പോസിറ്റീവായ ഒരു കാര്യമായി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ലക്ഷ്യം വെച്ചാൽ മാത്രമേ അതിനടുത്തെങ്കിലും ലക്ഷ്യം സാധിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അടിസ്ഥാനപരമായൊരു തത്വശാസ്ത്രം. അപ്പോൾ ഏതാണ്ട് 7%-അടുത്ത് കടക്കുറവുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ധവളപത്രം എന്നുള്ളതാണ് LDF അതിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മറുവാദം എന്ന് പറയുന്നത് 2016 LDF സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ഇത് 30%-അടുത്തായിരുന്നു. അപ്പോഴും ഒരു 4% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 4% GSDPയുമായി താരതമ്യം ചെയ്തുള്ള വർധന എന്നതിനെയാണോ കാണേണ്ടത് എന്ന ചോദ്യമുണ്ടാകുന്നു. അപ്പോൾ അതിന് വിശദീകരണമായി പറയുന്നത് എന്താണ്? അതിനിടയിലാണ് നമുക്ക് കോവിഡ് വന്നത്, അതിനിടയിലാണ് നമുക്ക് ഓഖി അടക്കമുള്ള കാര്യങ്ങൾ വന്നത്, അതിനിടയിലാണ് നമുക്ക് പ്രളയം വന്നത്. സ്വാഭാവികമായും നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൻ്റെ ടാഗ് ലൈൻ എന്തായിരുന്നു? കടമെടുത്തും കരുതൽ എന്നുള്ളതായിരുന്നു LDF സർക്കാരിൻ്റെ ഒരു ബജറ്റിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ അന്ന് തീരുമാനിച്ചിരുന്നു. സ്വാഭാവികമായും വർധനയുണ്ടാകും. GSDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ 4%-ൻ്റെ പ്രാക്ടിക്കൽ വർധനയുണ്ടായിരിക്കുന്നു എന്നതാണ് അതായത് 2016 അധികാരത്തിലേറിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോക്കുമ്പോൾ 4%-ൻ്റെ പ്രാക്ടിക്കൽ വർധനയുണ്ടായിരുന്നു. 39% ഏതാണ്ട് 40%. രണ്ട് കണക്കുകളും ഞാൻ പറയുന്നത് ഒന്ന് LDF പറയുന്നതും ഒന്ന് UDF പറയുന്നതും ആയതുകൊണ്ടാണ്. 39%-ലേക്ക് വർദ്ധിച്ചതിന് ശേഷം അത് 33%-ലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും 2016 ഇടതുപക്ഷം അധികാരത്തിലേറുന്ന സമയത്ത് അത് 30%-ലായിരുന്നു. കോവിഡ്, പ്രളയം, ഓഖി തുടങ്ങിയ പ്രശ്നങ്ങൾ, വയനാട് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വരികയും ചെയ്തു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് പറയുന്നുണ്ടായിരുന്നു, അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്, സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതൊരു പൊളിറ്റിക്കൽ പേപ്പറാണോ ആകുമോ എന്നൊരു വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരാനുള്ള സാഹചര്യവും അതുതന്നെയായിരുന്നു. അതായത് ധനവകുപ്പാണ് സാധാരണഗതിയിൽ ധവളപത്രങ്ങൾ തയ്യാറാക്കുക. ഇത് ഇപ്പം സ്മൃതി മാഡം നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസനീയരായ ആളുകൾ തന്നെയാണ്. പക്ഷേ കോവിഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഒരു പേപ്പർ പുറത്തിറക്കുന്നതും സംസ്ഥാന സർക്കാർ നിയോഗിച്ച ആളുകൾ പുറത്തിറക്കുന്നതും തമ്മിൽ വസ്തുതാപരമായൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, ബദൽ ധവളപത്രം രാഷ്ട്രീയമായി പുറത്തിറക്കാനുള്ള സാഹചര്യം അവിടെയാണ് ഉണ്ടാകുന്നത്. ധനവകുപ്പാണ് പുറത്തിറക്കിയതെങ്കിൽ സ്വാഭാവികമായും അതിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറത്ത് രാഷ്ട്രീയ പേപ്പറാണ് എന്ന് ആരോപിക്കാൻ കഴിയുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കടവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അതാണ്. 6000 കോടിയുടെ അടുത്ത് ബാക്കിയുണ്ട് ഖജനാവിൽ ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അത് മാർച്ചിലെ കണക്കാണ്. മെയ്യിൽ വന്നപ്പോൾ 2000 കോടി മാത്രമായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം
എന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് UDF പറയുന്നത്. അതുപോലെ തന്നെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതയുണ്ട്. അതിൽ DA കുടിശ്ശിക മാത്രം 21,670 രൂപയാണ്. നിങ്ങൾ എന്തിനാ ബാക്കി വെച്ചത്? നിങ്ങൾക്ക് ഈ കുടിശ്ശിക കൊടുത്തുകൂടായിരുന്നോ എന്നുള്ളതാണ് UDF ചോദിക്കുന്ന ഒരു കാര്യം. അതായത് കടമെടുത്ത് നിങ്ങൾ ഈ പണം ബാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് കുടിശ്ശിക കൊടുത്തുകൂടായിരുന്നോ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് SC/ST ഫണ്ട് എങ്കിലും കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. 6,000 കോടി ബാക്കി വെച്ചു എന്ന് പറയുമ്പോൾ 21,000 കോടി ഏറ്റവും അടുത്ത് കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ബാക്കി എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 78,851 കോടി എന്ന് പറയുമ്പോൾ കേരളത്തിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനമുള്ളൊരു സർക്കാർ എന്ന് പറയുന്നത്. ഈ മുഴുവൻ സ്ഥാപനങ്ങളും നഷ്ടമാണ് എന്നതില്ല. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന വലിയൊരു നെറേറ്റീവാണത്. പക്ഷെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ എണ്ണം പറഞ്ഞ് എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ സഞ്ചിത നഷ്ടമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 78,851 കോടി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വളരെ കാര്യമായി പരിഗണിക്കേണ്ടുന്ന, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെ ശുപാർശകൾ, പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയുന്ന ശുപാർശയുണ്ട്. ആ ശുപാർശ നമ്മൾ പേടിക്കേണ്ടുന്ന ഒന്നാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് ബാധ്യതയാകുന്നുണ്ട് എങ്കിൽ അത് അതിൻ്റെ പ്രൈവറ്റൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത് വിറ്റൊഴിവാക്കുന്നതോ അടക്കമുള്ള കാര്യങ്ങൾ ശുപാർശയിലായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ശുപാർശ ചെയ്യുന്ന ഒന്ന് പ്രൈവറ്റൈസേഷനിലേക്ക് നീങ്ങുന്ന ഒന്നാണോ എന്നൊരു വിമർശനം ഇപ്പുറത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് KN ബാലഗോപാൽ ഇന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ നോക്കിക്കോ, ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, 5-6 വർഷത്തിനുള്ളിൽ നോക്കിക്കോളൂ, ഇലക്ട്രിസിറ്റി ഒരുപക്ഷെ സ്വകാര്യവൽക്കരിച്ചേക്കും എന്നൊരു വിമർശനം ഉണ്ടാകുന്നുണ്ട്. സിയാൽ ഒരുപക്ഷെ വിറ്റഴിച്ചേക്കും, വിറ്റഴിക്കാതിരുന്നാൽ കൊള്ളാം എന്നാണ് KN ബാലഗോപാൽ പറയുകയും ചെയ്യുന്നത്. ഇനി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റുമായി ബന്ധപ്പെട്ട് 16-ാം ധനകാര്യ കമ്മീഷൻ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും തൽക്കാലം അത് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വരുമാനത്തിന് ആനുപാതികമായി ചെലവ് നിൽക്കുന്നില്ല. അതൊരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ സൂചനയല്ല. സ്വാഭാവികമായും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുമല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് ബജറ്റിനെ കുറിച്ച് കാര്യക്ഷമത വെച്ച് പുലർത്തുന്നത് എന്നതൊരു ശീലമായി മാറിയിട്ടുണ്ട് പോയ കുറേ പതിറ്റാണ്ടുകളായിട്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കുറച്ച് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകട്ടെ എന്നൊരു തീരുമാനമെടുത്ത് തൽക്കാലം അത് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു, ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടും. ഡെഫിസിറ്റ് നമ്മൾ കമ്മി ഉണ്ടാക്കുന്നുകൊണ്ടാണല്ലോ ഗ്രാന്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടും, അപ്പോൾ ഇത് പരിഹരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു സാമ്പത്തിക അച്ചടക്കം സംസ്ഥാനങ്ങൾ വെച്ച് പുലർത്താത്തതിന്റെ പേരിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു നിലപാടിലേക്ക് പോയിരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. നമ്മളൊരു കമ്മി സംസ്ഥാനമായിരുന്നു, നമ്മൾ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളും. അപ്പോൾ ആ നിലയ്ക്ക് കേന്ദ്ര സർക്കാർ ഒരു സാമ്പത്തിക അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നു. നമുക്ക് മാത്രമായിട്ടല്ല അത് ബാധകം, അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അച്ചടക്ക നടപടി എന്നുള്ളതാണ് പറയുന്നത്. ഇനി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെയല്ല. അത് വിവിധ പാരഗ്രാഫുകളിൽ കൃത്യമായി പറയുന്നുണ്ട്. അതും സംസ്ഥാനങ്ങൾക്കിടയിലെ വിഹിതം പങ്കിടലിൽ കേരളത്തിനുണ്ടായ ഇടിവ് എന്നുള്ളത് തന്നെ ഒരു ഹെഡറാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് കേന്ദ്ര നികുതികളുടെ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള വിഹിത പങ്കിടലിൽ തുടർച്ചയായി വന്ന ധനകാര്യ കമ്മീഷനുകളിൽ ഉടനീളം കേരളത്തിന്റെ വിഹിതത്തിൽ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 14-ാം ധനകാര്യ ഞാനിത് മുഴുവൻ വായിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു, പബ്ലിക് ഡൊമൈനിലുള്ള ഒരു രേഖയാണല്ലോ. അപ്പോൾ കേന്ദ്രം സർക്കാരിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ നയങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊരു വൈറ്റ് പേപ്പർ അല്ല, കേന്ദ്രത്തിന് വേണ്ടിയുള്ള വൈറ്റ് വാഷ് ആണെന്നൊരു വിമർശനം ഉണ്ടാകുമ്പോൾ ഈ പേപ്പർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉപസംഹാരം നോക്കൂ. അവലോകനം ചെയ്യുന്ന കാലത്തിൽ കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിലെ 3 പ്രവണതകൾ കേരളത്തിന് പ്രതികൂലമായിട്ടാണ് മാറിയതെന്ന് പറഞ്ഞാൽ ആ 3 പ്രവണതകളും എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ കേന്ദ്ര വിമർശനം ഇല്ല എന്ന് പറയുന്നത് ഒരു ആമുഖത്തിൽ അങ്ങ് വായിച്ചുകൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. കേന്ദ്ര വിമർശനം ഇല്ല എന്ന് പറയുന്നത് ഒരു അസത്യമോ അർത്ഥസത്യമോ ആണ്. കേന്ദ്ര വിമർശനം ഉണ്ട് എന്ന് നമ്മൾ ഒരു പബ്ലിക് ഡോക്യുമെന്റിനെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ യാഥാർത്ഥ്യപൂർവ്വം സമീപിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിലൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിലൊരു പൊളിറ്റിക്കൽ പേപ്പറാണോ എന്നൊരു ചോദ്യത്തിന് വളരെ കൃത്യമായി അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നുണ്ട്. വിമർശന ബുദ്ധിയോടെ കഴിഞ്ഞ സർക്കാരിനെ പരിശോധിക്കുകയല്ല, ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യം വെല്ലുവിളികളെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. വസ്തുതാപരവും സത്യസന്ധവുമായ വിലയിരുത്തലാണ് എന്നൊക്കെ പറയുമ്പോഴും കടവുമായി ബന്ധപ്പെട്ട് ഈ GSDPയുമായുള്ള താരതമ്യത്തിന്റെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു നെഗറ്റീവ് നറേറ്റീവ് ഉണ്ട്. വേണമെങ്കിൽ പറയാം നമ്മൾക്ക് കടം കുറഞ്ഞിട്ടുണ്ട്, അതൊരു പോസിറ്റീവ് ട്രെൻഡാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പക്ഷേ കടം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്ന സമീപനമല്ല ഉണ്ടായിരിക്കുന്നത് എന്നൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഇതിൽ വളരെ വ്യക്തമായി വായിച്ചെടുക്കാനും കഴിയും. ഒരു രാഷ്ട്രീയ കുറ്റപത്രത്തിന്റെ സ്വഭാവത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പരിഗണിക്കാവുന്നതാണ്. ധവളപത്രം കണ്ണാടിയാണോ എന്നാണ് ചോദ്യം. ആ കണ്ണാടിക്ക് നിറമുണ്ട് എന്നാണ് എൻ്റെ പക്ഷം.
എന്തുകൊണ്ടെന്നാൽ താഴെ പറയുന്ന രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, ഇത് പ്രതിപക്ഷത്തിൻ്റെ ഇതുവരെയുള്ള ചില സാമ്പത്തിക വിമർശനങ്ങളെ തുറന്നു കാണിക്കുന്ന ഒന്നുകൂടിയാണ് ധവളപത്രം എന്നതാണ് എൻ്റെ ടേക്ക്. ഒന്ന്. രണ്ടാമത്തത്, ഈ വി ഡി സതീശൻ സർക്കാരിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക നയം പ്രതിഫലിക്കുന്ന ഒരു ധവളപത്രമാണ് എന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇതിൽ അർത്ഥസത്യങ്ങളുണ്ട്, അതിശയോക്തി കലർന്ന ചില മറച്ചുപിടിക്കലുകളുമുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ടേക്ക്. അതിലാദ്യത്തതിലേക്ക് വരാം. എന്തായിരുന്നു ഇതുവരെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റുകളിലൊന്ന് ഈ സംസ്ഥാന സർക്കാർ കടക്കണിയിലാക്കിയിരിക്കുന്നു കേരളത്തെ എന്നാണ്. എന്നിട്ട് അവിടെ പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേരളം 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ വീണിരിക്കുന്നു എന്നാണ്. പലതവണ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു, ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും അതിനു മുമ്പും, നമ്മൾ ആ ഒരു ഭീഷണിയിലല്ല. നമുക്ക് 4.78 ലക്ഷം അല്ലെങ്കിൽ 4.8 ലക്ഷത്തിൻ്റെ മാത്രമേ ഉള്ളൂ. റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ പോലും 4.9 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ. 5 ലക്ഷം കോടി പോലും നമ്മുടെ കടക്കണിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് 6 ലക്ഷം കോടി എന്നങ്ങ് പ്രചരിപ്പിക്കരുത്. പക്ഷേ കേട്ടില്ല. തിരഞ്ഞെടുപ്പിലുടനീളം 6 ലക്ഷം കോടിയുടെ കടക്കണിയിലാണ് കേരളം എന്ന് പ്രചരിപ്പിച്ചു. ഇന്ന് വി ഡി സതീശൻ സർക്കാരിൻ്റെ ധവളപത്രത്തിൽ തന്നെ 5.07 ലക്ഷം കോടി എന്ന് പറഞ്ഞു. അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റിലേക്ക് നമ്മൾ കണക്കാക്കിയാൽ 4.9 ലക്ഷം കോടിയാണെന്ന് കാണാം. ഇവിടെ പൊളിഞ്ഞു വീണത് വി ഡി സതീശനും പ്രതിപക്ഷവും അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തികാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ വസ്തുതാവിരുദ്ധമായ വിമർശനമാണ്. നമ്പർ 1. തീർന്നില്ല. ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രം 1.25 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അതേ ധവളപത്രത്തിൽ പറയുന്നു കേവലം 48,000 കോടി രൂപയുടെ. നോക്കണം, അത് മൊത്തം 77% പറയുന്നത് പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കാണ്. റവന്യൂ വരുമാനത്തിൻ്റെതാണ് 77% എന്ന് പറയുന്നത്. മൊത്തം വരുമാനം കണക്കിലെടുത്താൽ അത് 50% താഴെ നിൽക്കും. അവിടെയും ചില മറച്ചുപിടിക്കലുകൾ നടത്തുന്നു. അപ്പോൾ 1.25 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്, പെൻഷനും ഈ പറയുന്ന ശമ്പളവും കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ എന്ന് പറഞ്ഞതിലും ആ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പൂച്ച പെറ്റിക്കിടക്കുന്ന ഖജനാവ് എന്നുള്ളതായിരുന്നു ആർഗ്യുമെൻ്റ്. അതേ ആ സമയത്ത് തന്നെ KN ബാലഗോപാൽ പറഞ്ഞു, ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 5263 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ട്. ഇന്ന് റിപ്പോർട്ടർ TV നേരത്തെ പ്രസിദ്ധീകരിച്ച റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കിട്ടിയ വിവരത്തിലും ഇതേ കണക്കാണ് പറഞ്ഞിരുന്നത്. പൂച്ച പെറ്റുകിടന്നതല്ല. ഓർമ്മിക്കൂ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 1643 കോടി രൂപയായിരുന്നു അന്ന് ബഡ്ജറ്റിൽ ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ ആ മാസത്തെ ശമ്പളവും ബാക്കിയുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി അവശേഷിച്ചിരിക്കുന്നത് -173 ആയിരുന്നു എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ 5263 കോടി രൂപ ശമ്പളം കൊടുക്കുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലുണ്ടായിരുന്നു. മെയ് മാസത്തിൽ ശമ്പളവും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മെയ് മാസം 16-ാം തീയതി ആകുമ്പോഴേക്കും അത് 2211 കോടി രൂപയാണ് എന്നുള്ളതാണ്. അപ്പോൾ പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവ് എന്നുള്ള വാദം അത് തെറ്റാണെന്ന് തെളിയുന്നു. 1.25 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശിക പെൻഷൻ്റെയും ശമ്പളത്തിൻ്റെയും DA കുടിശ്ശികയുടെയും ഭാഗമായിട്ടുണ്ടാകാനുണ്ട് എന്ന് പറഞ്ഞത് നേരെ പകുതി മാത്രമേ ഉള്ളൂ എന്ന് തെളിയുന്നു. 3, നമ്മളുടെ കടം എന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞത് അത് കേവലം 5.07 ലക്ഷമാണെന്ന് ഇതേ ധവളപത്രം തന്നെ സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാണ് വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളെ ഈ ധവളപത്രം തന്നെ തുറന്നു കാട്ടുന്നു എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഭാഗം. രണ്ടാമത്തത്, ഇതിനെ അർത്ഥസത്യങ്ങളും അതിശയോക്തി കലർന്ന മറച്ചുപിടിക്കലുകളുമുണ്ട് ഇതിൽ എന്നുള്ളതാണ്. ഇതിൽ എവിടെയാണ് മറച്ചു പിടിച്ചിരിക്കുന്നത്? വളരെ കൗശലം പ്രയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ മാധു പറഞ്ഞതുപോലെ ഒരു കടഭീതിയിലാണ് നമ്മുടെ സംസ്ഥാനം എന്ന് തോന്നുന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു ന്യായമായ സംശയമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ എത്രയായിരുന്നു നമ്മുടെ കടം? ആ കടത്തിൻ്റെ കണക്ക് കൂടി പറഞ്ഞാലേ ഇത് മനസ്സിലാവും. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ, അതായത് 2011 78,673 കോടി രൂപയായിരുന്നു കടം. 78,673 കോടി രൂപ. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 78,000 കോടി എത്രയായിട്ട് മാറി? 1,57,000 ആയിട്ട് മാറി. 1,57,000 കോടി രൂപയായിട്ട് മാറി. എത്ര ശതമാനത്തിൻ്റെയാ? ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നു. ആ ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്താ? കടം എന്ന് പറയുന്നത് ഈ ധൂർത്തടിക്കാനുള്ള കടമല്ല. അത് ജനങ്ങളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പണമാണ്.
നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റതിനു ശേഷം 1.57 ഉണ്ടായിരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാനിക്കുമ്പോഴേക്കും അത് 2.96 ലക്ഷം കോടിയായിട്ട് മാറുന്നു. ഏകദേശം ഇരട്ടിയുടെ വർധനയുണ്ടാവുന്നു. അതിനുശേഷം പക്ഷേ നോക്കൂ, ആ സമയത്ത് നമ്മൾ എന്തിനെ അതിജീവിച്ചു? പ്രളയം കടന്നു വന്ന കാലമാണ് എന്നതുകൂടി ഓർമ്മിക്കണം. പ്രളയം, കോവിഡ് തുടങ്ങിയവ വന്നിട്ട് പോലും സംസ്ഥാനത്തിന്റെ കടമെന്ന് പറയുന്നത് ആ അനുപാതത്തിൽ നിന്ന് കൂടിയിട്ടേയില്ല. അത് കഴിഞ്ഞ് 2.96 ലക്ഷമാണ് 2021 പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ നമ്മുടെ കടം. കണക്കനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ എത്ര വരണം? അതാണ് വി ഡി സതീശനും BJP നേതാവും പറഞ്ഞത്. ഇതേ കണക്കാണെങ്കിൽ നേരെ ഇരട്ടിയായാൽ 6 ലക്ഷം കോടിയാവും. പക്ഷേ 6 ലക്ഷം കോടി ആയില്ല, പകരം അത് 5.07 ലക്ഷം കോടിയായി. ഇത് മറച്ചുവെച്ചു. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് 61% മാത്രം വർധനമുണ്ടായിരിക്കുന്നു. കാലാകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കടത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് വരുത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വർധനവിൻ്റെ കാര്യത്തിൽ. ഇനി ഒരു കാര്യം കൂടി പറയാം. കടത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കടത്തിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെക്കുറിച്ച് കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം എത്രയാണ് അത്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് 5.88 ലക്ഷമായിരുന്നു 2014 ഇറങ്ങിപ്പോകുമ്പോൾ. ഇപ്പോൾ എത്രയാണ് നമ്മുടെ വരുമാനം? നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ചാണല്ലോ കടത്തിൻ്റെ വർദ്ധിക്കുന്നത്. എത്രയാ? 14.27 ലക്ഷം കോടിയാണ് നമ്മുടെ വരുമാനം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1.5 ലക്ഷം കടമുണ്ടായിരുന്നപ്പോൾ അന്ന് 5.88 ലക്ഷമായിരുന്നത്. ഇപ്പോൾ വരുമാനം കൂടുന്നു. എത്ര കൂടി? 14.27 ലക്ഷം കോടിയാവുന്നു. സ്വാഭാവികമായും അതിനനുസരിച്ചാണ് കടത്തിൻ്റെയും കണക്ക് വരുന്നത്. ഇതിവിടെ കൊണ്ട് തീർന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ കടഭീതി. ഞാനതിന് കാരണം പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ കടം എത്രയാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ? ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 185.9 ലക്ഷം കോടിയാണ് ഈ രാജ്യത്തിൻ്റെ കടം. 185.9 ലക്ഷം കോടി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടം എത്ര? 5 ലക്ഷം കോടി രൂപയാണ്. 185 ലക്ഷം കോടി രൂപ. നോക്കൂ, അത് GSDPയുടെ എത്ര ശതമാനമാണെന്നറിയാമോ? GSDPയുടെ 56.2%. GSDPയുടെ 56.2%. ദേശീയ കണക്കാണ്. രാജ്യത്തിൻ്റെ GSDPയും രാജ്യത്തിൻ്റെ കടവും തമ്മിലുള്ള അനുപാതമാണ് 56.2. 185 ലക്ഷം കോടി രൂപ. ചെറിയ കണക്കാണോ? നമ്മുടെ ഇത് എത്രയാ? ഇപ്പോൾ കണക്ക് പ്രകാരം പറയുന്നത് 33.22%. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന GST റേഷ്യോ ആയിരുന്നു ഇത്. 2001 2002 നമ്മുടെ GSDP റേഷ്യോ എത്രയായിരുന്നു? ഡെപ്റ്റ് GSDP റേഷ്യോ എന്ന് പറയുന്നത് 2002-2003 AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് 39.5%. അത് കഴിഞ്ഞാൽ തൊട്ട് വരുന്ന, അന്ന് കോവിഡ് ഇല്ല കേട്ടോ, അന്ന് ഈ പറയുന്ന വലിയ പ്രളയമില്ല. 2003-2024 വരുമ്പോൾ 40.5%. അത് കഴിഞ്ഞാൽ വരുന്നത് 39.6%. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നത് എത്രയാ? 33.2%. ഇതിനെയാണ് ഒരു വലിയ കടഭീതി ജനിപ്പിക്കുന്നു എന്ന മട്ടിൽ വരുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ പോലും 2024-25 കടമെടുത്ത് നോക്കിയാൽ പോലും നമ്മൾ വരുന്നത് 10ാം സ്ഥാനത്താണ്. മൊത്തത്തിലുള്ള കടബാധ്യത നോക്കിക്കഴിഞ്ഞാൽ, GSDP ഡെപ്റ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നിലുള്ള എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, എത്രയോ കണക്കുകളുണ്ട്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കണക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കടഭീതി ഉണ്ടാക്കുന്നു, അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് എൻ്റെ ഒരു ടേക്ക്. തിരിച്ചടവ് ശേഷി കൂടി പരിശോധിക്കുകയാണല്ലോ. തിരിച്ചടവ് ശേഷിയല്ലേ നമ്മുടെ വരുമാനത്തിലെ വർധനവ്? നമുക്ക് എത്രയാ വരുമാനം? 14 ലക്ഷം കോടിയാ. 5 ലക്ഷം കോടി ഉള്ളപ്പോഴത്തെ വരുമാന കടമാണോ നമുക്കുള്ളത് ഇപ്പോൾ? അല്ല, വരുമാനം ഉപയോഗിക്കുന്നതിൽ വരുമാനം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിലൊക്കെ വിമർശനം അതിനകത്തുണ്ട്. എങ്ങനെയാണ് വരുമാനം നമ്മൾ ഉപയോഗിക്കുന്നത്? വരുമാനത്തിൽ എവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചത്? വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ്? പെൻഷൻ കൊടുക്കാൻ, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൊടുക്കുന്നില്ലേ? അതല്ല, കൊടുക്കണ്ട എന്നല്ല, അത് കൊടുക്കണം. പക്ഷേ വികസന പദ്ധതികളിലേക്ക് കൊടുക്കാനുള്ള രൂപത്തിൽ ഉണ്ടാകുന്നില്ല വരുമാനം. അതാണ് രണ്ടാമത്തത്. അത് ഞാൻ പറയാം. ഈ 1.3% മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കിഫ്ബിയുടെ വിഹിതമുണ്ടോ? എന്താ കിഫ്ബിയുടെ വിഹിതം അതിൽ വരാഞ്ഞത്? നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷം ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം നടന്നിരിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചല്ലേ? ആ കിഫ്ബി ഫണ്ട് മാറ്റിവെച്ചാൽ ഈ റവന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കണക്ക് കുറയില്ലേ? കിഫ്ബിയുടെ ബാധ്യത ഇപ്പോൾ എങ്ങനെയാ വന്നിരിക്കുന്നത്? അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടുത്തുകയും കടം ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് പറയില്ല. ഇപ്പോൾ നേരത്തെ സ്മൃതി വളരെ കൃത്യമായി ചോദിച്ച പോലെ ഇത് എവിടെ നിന്ന് തിരിച്ചടയ്ക്കും എന്നുള്ളതാണ്. ഭീതിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. വരുമാനം പറയൂല. നമ്മളുടെ വരുമാനം 8 ലക്ഷം കോടിയിൽ നിന്നാണ് 14 ലക്ഷം കോടിയായിട്ട് വളർന്നത്. 8 ലക്ഷം കോടി 2016-2021 കാലഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് അവസാനം ഇറങ്ങിപ്പോകുമ്പോഴുള്ള വരുമാനം അതിപ്പോൾ 14 ലക്ഷം കോടിയായിട്ട് വളർന്നു. പറയൂല. പകരം ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യം പറയുമ്പോഴോ
അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ഉപയോഗിച്ചിരിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്ന്. ആ പണം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് പറയാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിരക്ക് കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമാണോ? 21,000 കോടി തിരിച്ചടവ് ബാധ്യതയുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ചുമലിലാണെന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കണ്ടേ? 35,000 കോടി രൂപ ചെലവ് വരുന്ന ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങീ പറഞ്ഞ 35,000 കോടി രൂപയുടെ ചെലവ് 35,000 കോടി രൂപയുടെ ചെലവാണല്ലോ നേരത്തെ കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നത്. അതിലേക്ക് ഇനിയും പദ്ധതികൾക്ക് ഇനിയും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. കേൾക്കൂ, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ അതാ പറഞ്ഞ മൂലധന ചെലവിന്റെ കാര്യത്തിൽ കിഫ്ബിയുടെ പണം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അത് ഉൾപ്പെടുത്താതെ നിങ്ങൾ ഇങ്ങനെ ഇത് വിശദീകരിക്കുക. അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പല തലങ്ങളിൽ കിടക്കുക. പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പ്രോഗ്രസ് ചെയ്യുന്ന പല പദ്ധതികളുണ്ട്. എല്ലാ വികസന പദ്ധതികളും കിഫ്ബി വഴിയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, അത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നായി പറയുന്നേ. അതല്ലേ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 21,000 കോടി കണക്ക് തെറ്റാണ് പറയാം. അത് തിരിച്ചടവാണ്. ആ തിരിച്ചടവ് എങ്ങനെയാ വന്നത്? ആ തിരിച്ചടവ് ഏതിന്റെ കൂടെ കൂട്ടി? ആ തിരിച്ചടവ് സംസ്ഥാനത്തിന്റെ മൊത്തം കടത്തിന്റെ ഭാഗമായി കൂട്ടി. അങ്ങനെ കൂട്ടാൻ പറ്റുമോ? അതാണ് സ്മൃതിയുടെ എന്റെയും നിലപാട്. നമ്മുടെ രണ്ടുപേരുടെയും നിലപാട് അതല്ല. കാര്യം ദേശീയ തലത്തിൽ NHAക്ക് അങ്ങനെ കൂട്ടാൻ പറ്റൂല. കാര്യം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. പക്ഷേ കേന്ദ്ര സർക്കാർ 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു. അതിൽ FRBM ആക്ടിന്റെ പരിധിയിൽ നമ്മുടെ കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയും ഉൾപ്പെടുത്തി. ആ ഉൾപ്പെടുത്തിയതോടുകൂടി എന്ത് സംഭവിച്ചു? കിഫ്ബി സംസ്ഥാന സർക്കാരിന്റെ കടമായിട്ട് മാറി. ശരി, അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മുടെ വിമർശനം. 21,000 കോടി കടമുള്ള സമയത്ത് 41,000 കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ പദ്ധതി പൂർത്തീകരിച്ചത് കണക്കിലില്ല. 41,000 കോടി 21,000 കോടി കടമുള്ള കാര്യം മാത്രം പറയുക. അതെങ്ങനെ പദ്ധതി ചെലവുകൾ നാമമാത്രമായി സ്തംഭിച്ചു നിൽക്കുകയാണ് എന്നാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. കിഫ്ബി 1 ലക്ഷം കോടിയുടെ പദ്ധതികൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ 41,650 കോടി രൂപയുടെ പ്രവർത്തനം പ്രവർത്തനങ്ങൾക്കായി നൽകിയിരിക്കുന്നത് 40,000 കോടി നൽകി. അതിൽ 24,000 കോടി രൂപ പദ്ധതി പൂർത്തീകരിച്ചു. ബാക്കി എത്ര ലോൺ ഉള്ളത്? 21,000 കോടി. 21,000 കോടി ലോൺ ഉള്ളതിനകത്ത് 24,000 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കുകയും 41,000 കോടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അസത്യങ്ങളുണ്ട്, അർത്ഥസത്യങ്ങളുണ്ട്, അതിശയകരമാവണ്ണം മറച്ചു പിടിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഒറ്റ കാര്യം അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ SC/ST വിഭാഗത്തിന്റെ അവരുടെ ഗ്രാന്റ് അടക്കം വെട്ടിക്കുറച്ചു എന്നുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, അതായത് പട്ടികജാതി പട്ടികവർഗ OBC ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി ചെലവ് വീതം 2017-18 അത് 9.24% നിന്നും 2025-26 ആകുമ്പോഴേക്കും അത് 3.85% ഇടിയുകയാണ്. ഇടിയുന്നുണ്ടാവും സ്വാഭാവികമായി. ആസാദ് സ്കോളർഷിപ്പ്, മൗലാന ആസാദ് സ്കോളർഷിപ്പ് അത് മാത്രമല്ല അത് അന്നേ കാലത്ത് നമ്മൾ ചർച്ച ചെയ്താണ്. കേന്ദ്ര പദ്ധതികൾ മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ സ്കീമുകൾ പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കീമുകളാണോ? അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവയുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ സ്കീമിൽ പ്രവർത്തിക്കുന്നവയുണ്ട്. സ്മൃതി, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം കേന്ദ്രത്തിന് മേൽ എല്ലാമല്ല. നോക്കൂ, നമ്മൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ കേന്ദ്ര പദ്ധതികളുടെ വിഹിതത്തിൽ ഒരു 31% കുറവുണ്ടായിട്ടുണ്ട്. 2011 2021 വരെ നോക്കുമ്പോൾ അത്രയും വലിയ ഇടിവാണ്. നോക്കൂ, അതേസമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിലോ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്നു. 6% സെസ് 17% കേന്ദ്ര സർക്കാർ കൂട്ടുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി കുറയ്ക്കുന്നു. ആ പദ്ധതികളുടെ കൂട്ടത്തിൽ ഗണ്യമായൊരു കുറവ് അവിടെയും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇതാണ് ഇതിലെ വസ്തുതാപരമായ കാര്യം നമ്മൾ പറയേണ്ടത് ധവളപത്രം പറയുമ്പോൾ. ഇനി ഒരു പോയിന്റ് കൂടി പറയാം. ഇതിന് രാഷ്ട്രീയ വിശകലനം. ഞാൻ ഇതിന് രാഷ്ട്രീയമായി തന്നെ, അതുകൊണ്ടാണ് ഇതിന് രാഷ്ട്രീയ നിലമുണ്ടെന്ന് പറയുന്നത്. എന്താ ഇതിൻ്റെ രാഷ്ട്രീയം? ഇതിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഫെസിലിറ്റേറ്ററായി നിൽക്കണം സ്റ്റേറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. ഫെസിലിറ്റേറ്ററായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലിബറൽ അപ്രോച്ചാണ്, അതൊരു ഉദാരമായിട്ടുള്ള അപ്രോച്ചാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം പെരുപ്പിച്ച് കാണിക്കുന്നു. 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കി പറഞ്ഞിട്ടുണ്ടോ ധവളപത്രത്തിൽ? 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കിയെന്ന് ധവളപത്രത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അപ്പോൾ എന്താ നഷ്ടത്തെക്കുറിച്ച് മാത്രം പറയുന്നത്? സഞ്ചിത നഷ്ടത്തെക്കുറിച്ച് മാത്രമല്ലേ പറയാ? ലാഭം ഉണ്ടാക്കിയ കമ്പനികളില്ലേ ഇവിടെ? നവരത്ന കമ്പനികൾ കേന്ദ്ര സർക്കാർ പോലെ തന്നെ കേരളത്തിലും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലാഭം ഉണ്ടാക്കിയിട്ടില്ലേ? ലാഭം ഉണ്ടാക്കിയ എത്രയോ പദ്ധതികളുണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്ത KMML പൊതുമേഖലാ സ്ഥാപനമല്ലേ, ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമല്ലേ? അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടെ? അപ്പോൾ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിട്ട് സഞ്ചിത നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ചൂണ്ടിക്കാട്ടി പറയുന്നു അവയെ എന്ത് ചെയ്യണം? പരിഷ്കരിക്കണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ഇനി ഒരു വാചകമുണ്ട് കേട്ടോ, അപകടകരമായൊരു വാചകമാണ്. ഞാനിത് പ്ലാനിംഗ് ബോർഡിൽ ഒരു അംഗം അത് സൂചിപ്പിച്ചപ്പോഴാണ് ഞാനിത് കണ്ടത്. എന്താണ്? ഉത്പാദനാധിഷ്ഠിത സബ്സിഡിയിൽ നിന്നും
ഉപഭോഗാധിഷ്ഠിത സബ്സിഡിയിലേക്ക് മാറണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദനാധിഷ്ഠിത സബ്സിഡിയിൽ നിന്ന് ഉപഭോഗാധിഷ്ഠിത സബ്സിഡിയിലേക്ക് മാറണം എന്നുള്ളതാണ്. നേരിട്ട് നിങ്ങൾ പണം ആർക്കെത്തിക്കണം? ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിക്കണം. അവിടേക്ക് പോകുന്ന പൊതുമേഖലാ സംവിധാനത്തെ അത് പൂർണ്ണമായിട്ടും തകർക്കും. അതിന് പല എക്സാമ്പിൾ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്യാം. ഇപ്പോൾ ഇടമലക്കുടിയിലേക്ക് പോകുന്ന KSRTC അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ, അതിനുവേണ്ടി ചിലവാകുന്ന തുക എന്താണ്? അത് ഉത്പാദന അധിഷ്ഠിത സബ്സിഡിയാണ്. അത് അവിടെ നിന്ന് ഒഴിവാക്കി നേരിട്ട് അവരുടെ കയ്യിൽ പണം കൊടുക്കണം. KSEBിയിലേക്ക് അവർ നിശ്ചയിച്ച തുക കൊടുക്കണം, ഈ സബ്സിഡി ഇല്ലാതെ. അതാണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ. അപ്പോൾ അവിടേക്കുള്ള KSRTC ബസ്സിൻ്റെ ചിലവ് ആര് വഹിക്കും? അപ്പോൾ അവിടേക്ക് KSRTC ബസ്സിൽ എന്ന് പറയുന്ന സർവീസ് ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു സൂചന മാത്രമാണ്. ഉൽപാദനാധിഷ്ഠിത സബ്സിഡിയിൽ നിന്ന് ഉപഭോഗാധിഷ്ഠിത സബ്സിഡിയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെ ഈ ബഡ്ജറ്റിൻ്റെ ഒരു രാഷ്ട്രീയ സാമ്പത്തിക സൂചനയാണ്. അത് അത്യന്തം അപകടകരമാണ്. ഊർജ്ജ മേഖലയിലടക്കം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ധവളപത്രത്തിലുള്ളത്. ശരിയാണ്. ഊർജ്ജ മേഖലയിലടക്കം, ഇതിൽ KSEB അടക്കം. അത് ശരിയാണോ? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇത് സർക്കാരിന്റെ നയമാണോ? പറയേണ്ടതാണ്. അത് ആശങ്കപ്പെടുത്താൻ ഒറ്റ കാര്യം കൂടി. അങ്ങ് ഈ പറയുന്ന ഇപ്പോൾ ഈ ധവളപത്രത്തിൽ പോസിറ്റീവായി, അതായത് കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളുടെ പട്ടികയില്ല എന്ന് പറയുന്നു. നേട്ടങ്ങളുടെ പട്ടിക ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. നേട്ടങ്ങളുടെ കാര്യങ്ങളേ ഇല്ല എന്ന് പറയും. നേട്ടങ്ങളുടെ കാര്യങ്ങൾ അല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായവരുടെ കാര്യം പറയുമ്പോൾ ലാഭത്തിലായവരുടെ പേരുകൾ പറഞ്ഞില്ല എന്നങ്ങ് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ വന്ന ഘട്ടത്തിൽ വന്ന ധവളപത്രത്തിൽ മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതേതാണ്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സാമ്പത്തിക നേട്ടം ഏതായിരുന്നു? അല്ല, ഒരു നേട്ടവും ഇല്ലാണ്ട് അങ്ങ് വീടുകയായിരുന്നു. അതായത് അതാണ് പ്രശ്നം. 5 വർഷം ആ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൽ നേട്ടങ്ങളേ ഉണ്ടായിട്ടില്ല. മൊത്തം നഷ്ടമായിരുന്നു എന്ന കണക്കാണെങ്കിൽ ഒന്നും പറയല്ല. കാരണം ഇത് ഇത്രയേ ഉള്ളൂ. ധവളപത്രം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സർക്കാരുകളുമായി ബന്ധപ്പെട്ട വിമർശനം അത് പുതിയ കാര്യവുമല്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പുരോഗമനപരമായ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യം പറയൂ. KSRTC തകർച്ചയിലായിരുന്നില്ലേ? അതെ, മൊത്തം നഷ്ടമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ എന്താ പറയാ, സംശയം? ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. സാമ്പത്തികമായ ലാഭം ഏതെങ്കിലും തലത്തിൽ മെച്ചം ഉണ്ടാക്കിയിട്ടുണ്ടോ? സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏത് മേഖലയിലാണ് സാമ്പത്തികമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു വികസന പദ്ധതി കൊണ്ടുവന്നിട്ട്? വികസന പദ്ധതി കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അത് സാമ്പത്തികമായി എങ്ങനെയായിരുന്നു? മെട്രോയുടെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നു. ഇതാ നോക്കൂ, വളരെ 10 വർഷം നഷ്ടമാണെന്ന് 35. ശരിയാണോ അത്? ശരിയാണോ അത്? തെറ്റാണ്. കാരണം എന്താണെന്നറിയോ? ഓപ്പറേഷൻ കോസ്റ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി ചേർന്നിട്ടുള്ളതാ. എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തന മൂലധനം, അതിന്റെ പ്രവർത്തന ലാഭമല്ല ഈ പറഞ്ഞിരിക്കുന്നത്. മൊത്തം അതിന് ചെലവായ തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെട്രോയുടെ ലാഭവും നഷ്ടവും ഈ നോക്കൂ. അങ്ങ് ഈ കണക്ക് നോക്കിയാൽ ഡൽഹി മെട്രോ പോലും വയബിൾ അല്ല. അതായത് മൊത്തം അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉള്ള ചെലവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ മെട്രോ പോലൊരു പദ്ധതി ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയുക? എത്ര വർഷമെടുക്കും അത് മൂലധന ചെലവ് കൂടി കണക്കിലെടുത്ത് വരികയാണെങ്കിൽ അത് ലാഭത്തിലെത്താൻ? എന്തിനു പറയാണ് മെട്രോ നഷ്ടത്തിലാണ് എന്നുള്ളത്? അത് ലാഭത്തിലാക്കാനുള്ള വഴികൾ ആലോചിക്കണം. അത് ലാഭത്തിലാക്കാനുള്ള വഴികൾ ആലോചിക്കണം എന്നതിന്റെ രേഖയാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാ എങ്ങനെ കണക്കൂട്ടിയിരിക്കുന്നത്? മെട്രോ നിർമ്മിക്കാനെടുത്ത ചെലവ് ഈ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് അടയ്ക്കാത്തതിനെ നഷ്ടം എന്ന് പറയാൻ പറ്റൂ? മെട്രോ നിർമ്മിക്കാനെടുത്ത ചെലവ് കൂടി എങ്ങനെ ഇതിൻ്റെ കൂടെ കൂട്ടുക? ഓപ്പറേഷൻ കോസ്റ്റ് അല്ലേ നമുക്ക് എടുക്കാൻ പറ്റൂ? ആ ഓപ്പറേഷൻ കോസ്റ്റ് കടന്നിട്ടുണ്ടോ? 3 വർഷമായി നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് കടന്നു. 3 വർഷമായി മെട്രോ സാമ്പത്തികമായിട്ട് ഓടുക. ഇതാണ് ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ധവളപത്രം കണ്ണാടിയോ എന്നാണ് ചോദ്യം. ആൻറ്റോ ഗസ്റ്റൺ, ഞാൻ പറഞ്ഞത് വസ്തുനിഷ്ഠമായിട്ട് ഈ പറയുന്ന സംവിധാനത്തെ ജനങ്ങളുടെ മുൻപിൽ വെക്കണമായിരുന്നു എന്നുള്ളതാണ്. ധവളപത്രത്തിന് എടുത്ത ഇനീഷ്യേറ്റീവിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ അത് കുറച്ച് വസ്തുനിഷ്ഠമായിരുന്നെങ്കിൽ ജനങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലായേനെ എന്നുള്ളതാണ്. എന്താണ് ഇപ്പം ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിട്ടുണ്ട്. അവർ ഇന്ന മോശ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ധവളപത്രത്തെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കിഫ്ബിയുടെ 42,000 കോടി രൂപയുടെ ഓൺഗോയിങ് പ്രൊജക്റ്റ് നടക്കുന്നു. അപ്പം ഈ കിഫ്ബിയിൽ നോക്കുന്ന സമയത്ത് 62,000 കോടി രൂപ ഓൾറെഡി സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 27,000 കോടി രൂപ കൊടുത്തിരിക്കുന്ന ആരാ? സർക്കാരിൻ്റെ വിഹിതമായിട്ടാണ് 27,000 കോടി കൊടുത്തിരിക്കുന്നത്. 27,000 കോടി സർക്കാരിൻ്റെ വിഹിതം കൊടുത്തിരിക്കുന്നു. 42,000 കോടി രൂപ ലോൺ എടുത്തിരിക്കുന്നു. അങ്ങനെ ബാലൻസ് വരുന്നതിനകത്ത് തിരിച്ചടയ്ക്കാനുള്ളത് 21,000 കോടി രൂപയേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടെ കാൽക്കുലേറ്റ് 63,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നടത്തിയ സമയത്ത് 21,000 കോടി രൂപ മാത്രമേ ലോൺ അടയ്ക്കാനുള്ളൂ. അത് ഈ പറയുന്ന ബാലൻസ് ഷീറ്റിൽ വരണമായിരുന്നു, അല്ലെങ്കിൽ ധവളപത്രത്തിൽ വരണമായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാ കാലക്കും ഒരു ബാലൻസ് ഷീറ്റും ഒരു ധവളപത്രം എടുക്കുന്ന സമയത്ത് വരവ്, ചിലവ്, കിട്ടാനുള്ളത്, ബാക്കി, ഇങ്ങനെയാണ് ഉണ്ടാവുക. വരവ്, ചിലവ്, കിട്ടാനുള്ളത്, ബാക്കി. ഇതിൻ്റെ അകത്ത് കിട്ടാനുള്ളത് ഒഴിവാക്കിയാലുള്ള പ്രശ്നം എന്താ? വലിയ ലോസ് വരും. ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുകയാണ്, എനിക്ക് വരവും ചിലവും കിട്ടാനുള്ളത് ഒഴിവാക്കിയുള്ള അവസ്ഥ എന്താ? എനിക്കൊരു 5,000 കോടി കിട്ടാനുണ്ട്, വേണ്ട എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആവുമോ?
ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആവില്ല. അപ്പം ശരിക്കും ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്, ഈ 6300 കോടി രൂപ ബാലൻസ് ഉള്ളല്ലോ, ആ ബാലൻസിന് കൂടെ ലോണിൻ്റെ എമൗണ്ട് ഇവർ 5,07,000 കോടി വെച്ചല്ലോ, ആ 6 ലക്ഷത്തിൽ കൂടെ കിട്ടാനുള്ളതും കൂടെ കൂടി 6,237 കോടി രൂപയുടെ കൂടെ കൂട്ടണ്ടായിരുന്നോ? എന്താ കേന്ദ്രം നമുക്ക് പണം തരാനുണ്ട്, നമുക്കറിയാലോ കേന്ദ്രം തരാനുള്ളത്. കേന്ദ്രം തരാനുള്ള പണം എത്രയാണെന്ന് ഈ പറയുന്ന ധവളപത്രത്തിലുണ്ടോ? എവിടെയെങ്കിലുണ്ടോ? ഞാൻ കേന്ദ്രം അടിച്ചു നോക്കി, കിട്ടാനുള്ളതെന്ന് അടിച്ചു നോക്കി, എവിടെയെങ്കിലും നമ്മൾ കാണാതെ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കിട്ടാനുള്ളതെന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ടേ ഇല്ല. എത്ര പൈസ, എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ പൈസ കൊടുക്കാനുണ്ട്? 4 മാസം കൊണ്ട് 12,000 കോടി കിട്ടാനുണ്ട്. അല്ല അതുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമില്ലേ, പിന്നെ നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ പൊതുവായിട്ട് SKF അല്ലേ, പിന്നെ SSKൻ്റെ ഫണ്ട് നമുക്ക് കിട്ടാനുള്ളതാണല്ലോ. അപ്പം ഞാൻ പറയുന്നത്, കേരളം പറയുന്നത്, ഇടതുപക്ഷ സർക്കാർ പറഞ്ഞത് 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 57,000 കോടി ഇതിനകത്ത് എഴുതണ്ടായിരുന്നോ? വേണ്ട, ഒരു 10,000 കോടിയെങ്കിലും എഴുതണ്ട. അതെന്തായാലും കിട്ടാനുണ്ടല്ലോ, അതെങ്കിലും എഴുതണ്ടായിരുന്നോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് കിട്ടാനുള്ളതും ഈ 6,000 കോടി കൂടി 16,000 കോടിയല്ലേ. ഇത് വെച്ചിട്ട് വേണ്ട 5,07,000 കോടി രൂപ ലോൺ എന്ന് പറയാനുള്ളത്, കടം എന്ന് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 5,07,000 കോടി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 5,07,000 കോടി എന്ന് പറഞ്ഞാൽ കിഫ്ബിൻ്റെ 21,000 കൂടെ കൂട്ടിയിട്ടാണ്. ആ കിഫ്ബിൻ്റെ 21,000 കുറച്ച് നോക്കിക്കേ, കുറച്ചിട്ടുണ്ടെങ്കിൽ 4,86,000 കോടിയേ വരുള്ളൂ. 4,86,000 കോടിയുള്ളൂ. അപ്പോൾ കിഫ്ബിൻ്റെ ലോൺ നിങ്ങൾ കൂട്ടുകയും കിഫ്ബിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കിഫ്ബിൻ്റെ എമൗണ്ട് കൂട്ടുന്നില്ല, അതൊരു കടമായി ബാക്കി നിൽക്കുകയാണെങ്കിൽ കിഫ്ബിൻ്റെ 60,000 കോടീൻ്റെ പ്രൊജക്റ്റ് നിങ്ങൾ കൂട്ടാൻ പാടില്ല. കിഫ്ബി കഴിഞ്ഞ 10 വർഷം 6,000 കോടി രൂപ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 6,000 കോടി രൂപ വരുമാനത്തിൽ പിന്നെ അത് ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിക്കുക? ഇനി കിഫ്ബിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ എവിടെയാണ് ഉൾപ്പെടുത്തുക? അപ്പോൾ 21,000 കോടി രൂപ നിങ്ങൾ ലോൺ അടച്ച് തീർക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 6,000 ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിഫ്ബിയുടെ വരുമാനം എങ്ങനെയാണ് ഉപയോഗിക്കുക? അപ്പോൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? കിഫ്ബിക്ക് 21,000 കോടി രൂപ ലോണുണ്ട്, ഞങ്ങൾക്ക് ഇത്ര മാസം കിട്ടുന്നുണ്ട്, ഇതിൽ നിന്ന് ഇത്ര പൈസ ഷോർട്ടേജ് ഉണ്ടാവും, ആ പൈസ ഞങ്ങൾക്ക് അഡീഷണലായി വേണ്ടി വരും എന്നല്ല പറയേണ്ടത്, അങ്ങനെയല്ല പറയേണ്ടത്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര ഫണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതിൻ്റെ അകത്ത് കിട്ടാൻ സാധ്യതയില്ല, അത് 16-ാം ധനകാര്യ കമ്മീഷൻ നടപ്പിലാക്കിയതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് 20,000 കോടി രൂപേൻ്റെ കുറവ് സംഭവിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെ കിട്ടുന്ന വരുമാനം എന്തുകൊണ്ട് വെക്കുന്നില്ല? അങ്ങനെയാണത് വെക്കേണ്ടതല്ലേ? അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,21,000 കോടി രൂപ കടമുണ്ടോ? കടമില്ല. 5,21,000 കോടി രൂപ നിങ്ങൾ 42,000 കോടി രൂപ മറ്റുള്ള സംവിധാനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഇത് പിന്നെ നമ്മൾ ഡി എ കുടിശ്ശിക മറ്റുള്ള കുടിശ്ശിക എല്ലാം കൂടി 42,000 കോടി കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഈ കടം വെക്കണ്ടേ? കിട്ടാനുള്ളത് വെക്കേണ്ടിരുന്നോ? വെച്ചിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം ഞാൻ പറയുന്നത് കേട്ടോ, കേരളത്തിൽ പറയുന്ന 68ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ 30ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പണങ്ങൾ മുഴുവൻ സർക്കാരിലേക്ക് വരേണ്ടതാണ്, അത് ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തുന്ന പോലെ സർക്കാരിനെ കൊണ്ടുനടക്കാൻ പറ്റുമോ? ഇപ്പോൾ എന്താണ് പറയുന്നത്? എല്ലാം നഷ്ടത്തിലാണ്. ഒന്ന് KSRTC, അടുത്തെന്താ ജലവകുപ്പ്, വാട്ടർ അതോറിറ്റി, KSEB അല്ല പിന്നെ KSEB ഒക്കെ നഷ്ടത്തിലാണ് എന്ന് പറയുകയാണ്. ഇത് നഷ്ടത്തിലാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ അദാനീൻ്റെ കട എത്രയും നോക്കുമായിരുന്നു. 2,68,000 കോടി രൂപ അദാനിക്ക് കടമുണ്ട്. ആ കമ്പനിക്ക് ആകെ ടേൺ ഓവർ 2,68,000 കോടിയുള്ളൂ. ഇതിനേക്കാളും നല്ലതായിട്ട് ആ കമ്പനി എടുത്ത് സർക്കാർ എടുത്തിട്ട് പ്രൈവറ്റ് കമ്പനീൻ്റെ എടുത്ത് കൊടുത്ത് ഇതെല്ലാം ലാഭത്തിലാക്കി തരും. വല്ല ബുദ്ധിമുട്ടുണ്ടോ? കാരണം ഇത് സേവനമാണെന്നേ. KSRTC നടത്തുന്നത് സേവനമാണ്. അരുൺ സാർ പറഞ്ഞല്ലോ അല്ലേ, ഇടമലക്കുടിയുടെ മലേൻ്റെ മേലേക്ക് വണ്ടി കയറുന്നതും വയനാടിൻ്റെ മലയോര മേലേക്ക് വണ്ടി കയറുന്നതും ഒക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനമാണ്. ആ സേവനം ഇനിയും തുടരുമെന്നാണ് പിന്നെ VD സതീശൻ പറഞ്ഞത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊണ്ടുവരും എന്നല്ല പറഞ്ഞത്, അത് സേവനമാണ്. ഈ പറയുന്ന ഏറ്റവും വില കുറച്ചിട്ട് കറണ്ട് വീടുകളിൽ എത്തിക്കേണ്ടത് സേവനമാണ്. അതൊക്കെ പ്രൈവറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് വിടും. ഞാനിത് ലാഭത്തിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ജനങ്ങളോട് ചെയ്യുന്ന നിരുത്തരവാദമായ തീരുമാനമായിരിക്കും അല്ലേ? ഇത് ലാഭത്തിലാക്കാൻ തീരുമാനിച്ചാൽ KSEB ലാഭത്തിലാക്കണമെന്ന് തീരുമാനിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് നോക്കുക, അപ്പോൾ കാണാം കളി എന്താവും നടക്കാൻ പോകുന്നതെന്ന്. വാട്ടർ അതോറിറ്റി കൊച്ചിയിൽ നല്ല കുടിവെള്ളം കിട്ടുന്നില്ല, തിരുവനന്തപുരത്ത് കുടിവെള്ളം കിട്ടുന്നില്ല, ഇപ്പം ജനങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഇനി ആക്കേണ്ടത് അതാണോ? ഞാൻ പറയുന്നത് ഒരു ദിവസം ഈ പറയുന്ന സംവിധാനങ്ങളെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം പോലും പൈസ മേടിക്കാതെ ആക്കണം. ഇതാണ് ഡൽഹിയിൽ അങ്ങനെയാണല്ലോ, കറണ്ട് ഫ്രീ കൊടുക്കുന്നു, വെള്ളം ഫ്രീ കൊടുക്കുന്നു. എങ്ങനെയാണത്? അതൊരു പിന്നെ എന്താണ് പൊതുമേഖലാ സ്ഥാപനമായിട്ടല്ല കൊണ്ടുനടക്കുന്നത്. അതെന്താ? സർക്കാരിൻ്റെ ഭാഗമാണ്. ഇതെടുത്ത് സർക്കാരിൻ്റെ ഭാഗമാക്കണം, എന്നിട്ട് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ ഫ്രീ ആയിട്ട് കൊടുക്കണം. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അല്ലേ? ഇത് പൊതുമേഖലാ സ്ഥാപനമായി നിലനിർത്തുകയും അതിൻ്റെ ഒപ്പം ഞങ്ങൾ ഇത് ലാഭത്തിലാക്കുകയും ചെയ്യുന്നു പറയുന്നത് ഏത് ലോജിക്കിൻ്റെ പുറത്താണ്? ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ പിന്നെ ധവളപത്രം ഇറക്കാത്തതിൻ്റെ പ്രശ്നം. ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ ധവളപത്രം ഇറക്കാത്തതിൻ്റെ പ്രശ്നം. സർക്കാർ ഉദ്യോഗസ്ഥൻ ധവളപത്രം ഏൽപ്പിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വരുള്ളൂ. പ്രൈവറ്റ് ഏജൻസി, പുറത്തുനിന്ന് ഒരാൾ വരുന്ന ധവളപത്രം ഇറക്കാൻ കുറയില്ല, അവൻ്റെ മുന്നിൽ ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം ലാഭത്തിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ അരുൺ സാർ പറഞ്ഞ കാര്യത്തിലുണ്ട് 77% നിർബന്ധിത ചിലവാണ്. നമുക്ക് 100 രൂപ കിട്ടുന്നുണ്ട്, അതിൽ 77 കോടി രൂപ നമ്മൾ നിർബന്ധിത ചിലവിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അത് ഉപയോഗിക്കാവുന്ന സർക്കാരിൻ്റെ പണി.
100% ഉപയോഗിക്കലാണ് സർക്കാരിൻ്റെ മണി. കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഉണ്ടാക്കുക വേണ്ടേ? ഈ 33% കൂടി എടുത്തിട്ട് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. റോഡ് ഉണ്ടാക്കണം, പാലം ഉണ്ടാക്കണം, വഴി ഉണ്ടാക്കണം. ഇതിന് പൈസ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 1,00,000 കോടി രൂപേൻ്റെ പ്രൊജക്റ്റാണ് നമ്മൾ സെപ്പറേറ്റ് കേരളത്തിൽ വിഭാവനം ചെയ്തത്. കിഫ്ബി അല്ലേ, 1,00,000 കോടി രൂപേൻ്റെ പ്രൊജക്റ്റ്. അതിൽ 64,000 കോടി രൂപേൻ്റെ പ്രൊജക്റ്റിൽ പണം കൊടുത്തു കഴിഞ്ഞു. ഇനി 24,000 രൂപയുടെ പ്രൊജക്റ്റും കൂടെ കൊടുത്ത് 64,000 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്? 36,000 കോടി രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ 1,00,000 കോടി രൂപയുടെ ആസ്തി വന്നു കേരളത്തിന്. 1,00,000 കോടി രൂപയുടെ ആസ്തി വന്നു. 21,000 കോടിയില്ലേ കൊടുക്കാനുള്ളൂ. അതിന് കിഫ്ബിനെ കുറ്റം പറയുകയാണ് വേണ്ടത്. അത് എങ്ങനെ വൃത്തിയായി കൊടുക്കാമെന്നുള്ളതല്ല ആലോചിക്കേണ്ടത്. നിങ്ങൾ 1,00,000 കോടി 36,000 കോടി രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ 1,00,000 കോടി രൂപയുടെ ആസ്തി കേരളത്തിന് സ്വന്തമായി. അത് എങ്ങനെ വൃത്തിയായി കൊടുക്കാൻ പറ്റും? അത് കിഫ്ബിയിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കിഫ്ബിക്ക് അത്ര ലോണൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കി, കിഫ്ബിക്ക് ഈ പറയുന്ന ലോണൊന്നുമില്ല. കിഫ്ബി ആകെ എടുത്തത് മസാല ബോണ്ടിൽ നിന്ന് 2,000 കോടിയാണ്. 2,000 അത് തിരിച്ചടിച്ചു. 2,000 കോടി മാത്രം. അതുകൊണ്ട് 64,000 കോടി ബോറോ ചെയ്തതിൻ്റെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ 26,000 കോടി. പിന്നെ അടുത്തെന്താ ബോറോയിങ് 42,000 കോടി രൂപ എഴുതിയത് എന്തൊക്കെയാണ് സംവിധാനങ്ങൾ നോക്കിയേ? മസാല ബോണ്ട്, പിന്നെ ടേം ലോണ്, ഡൊമസ്റ്റിക്, പിന്നെ KSFE, KSCC, നോർക്ക സ്കീം, നബാർഡ്, KFC, ഇതൊക്കെ പറയുക ഇൻട്രസ്റ്റ് കുറഞ്ഞ സംവിധാനം തന്നെയാണ്. ഇതൊക്കെ സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൽ തന്നെയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അല്ലാതെ പ്രൈവറ്റ് ബാങ്കിൽ പോയിട്ട് ആരും കാര്യമായിട്ട് ലോൺ എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നത് കിഫ്ബി എന്തോ വലിയ കോടികളുടെ ലോൺ എടുത്തിരിക്കുന്നു, എന്നിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാണ്? സർക്കാരിൻ്റെ വരുമാനം തന്നെയാണ്. അത് അടയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് വേറെ രാഷ്ട്രീയ നിലപാടാണ്. ഞാൻ പറയുന്നത് മോട്ടോർ വെഹിക്കിളിൻ്റെ ടാക്സിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്, അതെന്താ? പിന്നെ ഫ്യൂവൽ സെസ് കൊടുക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ വേണ്ടി തന്നെയാണല്ലോ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഇവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നത് 1,00,000 കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു കിഫ്ബിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്നാണ് പറയുന്നത്. 1,00,000 കോടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, ആ വരുമാനം ഉണ്ടാക്കുന്ന സംവിധാനത്തിൽ മാത്രം നിക്ഷേപിച്ചായിരുന്നെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നല്ല സ്കൂൾ വരുമായിരുന്നോ? നല്ല ഹൈടെക് ക്ലാസ് മുറി വരുമായിരുന്നോ? ഈ വീടില്ലാത്ത സ്ഥലത്തേക്ക് പാലം വരുമായിരുന്നോ? ഈ ആലപ്പുഴയുടെ അപ്പുറേ തുരുത്തിലേക്ക് പാലം വരുമായിരുന്നോ? പാലം വരില്ലല്ലോ. ഇന്ന് നിയമസഭയിലിരിക്കുന്ന ജി സുധാകരൻ ഉണ്ടല്ലോ, ജി സുധാകരൻ്റെ ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ പാലം അല്ലേ? മുഴുവൻ എവിടുന്ന ഫണ്ട് വന്നത്? കിഫ്ബിയുടെ ഫണ്ടാണ്. വയനാട്ടിലേക്ക് തുരങ്കപാത വരുന്നുണ്ട്, ആരുടെ ഫണ്ടാണ്? ഇനീഷ്യൽ ഫണ്ട് കൊടുക്കുന്നത് കിഫ്ബിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾ വരുമാനത്തിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പം ഞാൻ വേറെ പൈസ ഉണ്ടാക്കാൻ എളുപ്പമാർഗ്ഗം ഇന്ന് ബാലഗോപാൽ പറഞ്ഞ കാര്യമാണ്. ബാലഗോപാൽ പറഞ്ഞ വളരെ ഈസിയാണ്. സിആർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പൈസ കിട്ടും. 50% മേലെ ഷെയർ സർക്കാരിൻ്റെ കയ്യിലുള്ളതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. സത്യമാണ്. പിന്നെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 10-25,000 കോടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ലിസ്റ്റ് ചെയ്യാൻ പാടുമോ? അപ്പോൾ ഞാൻ പറയാം, നമുക്ക് സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് നഷ്ടമാണെന്ന് പറഞ്ഞ് ടാറ്റയ്ക്ക് വിറ്റല്ലോ. യുദ്ധം വന്നു, നമ്മളടുത്ത് ഫ്ലൈറ്റിൽ ആളെ കൊണ്ടുവരാൻ. ടാറ്റയോട് ആവശ്യപ്പെട്ട് ഫ്ലൈറ്റ് വിടാൻ 3 ചെന്നപ്പോൾ ഒരെണ്ണം കൊടുത്തു, 25 ചോദിച്ചപ്പോൾ ഒരെണ്ണം കൊടുത്തു. ഇതാണ് ടാറ്റ ചെയ്തത്. അപ്പോൾ എന്താ? നമ്മുടെ അടുത്ത് സംവിധാനങ്ങളില്ല. KSRTC സ്വകാര്യവൽക്കരിച്ചാൽ അവന് ലാഭമുള്ള സ്ഥലത്തേക്ക് മാത്രമേ ഓടുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഓടാൻ നിന്ന് കൊടുക്കുമോ? സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ KSEB കറണ്ട് നമ്മൾ പിന്നെ സ്വകാര്യവൽപ്പിച്ച് എന്താ സംഭവിക്കുക? സ്വകാര്യവൽപ്പിച്ച് ഒന്നും സംഭവിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അവൻ്റെ ചിലവും വരുമാനവും കൂടെ കൂട്ടിയിട്ട്, അവൻ്റെ എക്സ്പെൻസും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പ്രൈസ് ഇടും. ആ പ്രൈസിനോട് കറണ്ട് വാങ്ങേണ്ടി വരും. അതല്ലേ? അതാണ് ഇപ്പോൾ തന്നെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ സ്വകാര്യ കമ്പനിയായിട്ട് പോലും ഇപ്പോൾ തന്നെ ചെയ്യുന്നത് അതാണ്. രണ്ടാമത്തെ കാര്യം, കരിമണൽ ഖനനം നടത്താം എന്ന് പറയുന്നത് വളരെ ഈസിയായ കാര്യമല്ലേ? ഞങ്ങൾക്ക് നഷ്ടമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കടൽ തീരത്ത് കരിമണലുണ്ട്, വിറ്റ പൈസ കിട്ടും, അതുകൊണ്ട് അത് ഖനനം നടത്തി പൈസ ഉണ്ടാക്കാം. ഇതൊക്കെ മുൻ സർക്കാരിൻ്റെ കാലത്തും പറ്റുമായിരുന്നു എന്നേ. ഞാൻ പറയും, ഈ നിങ്ങൾ സിയാലിൻ്റെ ഡയറക്ടർ ബോർഡിൽ ലിസ്റ്റ് എടുത്ത് മുന്നോട്ട് വെച്ച് നോക്കിക്കേ. ഓരോ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ അറിഞ്ഞ പ്രകാരം കേട്ടോ, എനിക്ക് ഉറപ്പില്ല, ഓരോ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും അവരുടെ ആദ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യില്ലെന്നുള്ളതാണ്. അതിനകത്ത് പ്രൈവറ്റ് കമ്പനികളുണ്ട്. ആ പ്രൈവറ്റ് കമ്പനിയുടെ ആവശ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യില്ല. പിണറായി വിജയൻ സർക്കാരാണ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നും സ്വകാര്യ നിക്ഷേപകർ സിയാലിൻ്റെ ഷെയർ വാങ്ങുന്നത് ഒരു ദിവസം ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഇത് വലിയ ലാഭം ഈ പറയുന്ന ആൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സിയാലിൻ്റെ ഷെയർ മേടിച്ച് വെക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 68 പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഒരെണ്ണം പോലും പൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ധവളപത്രം ഇറക്കുന്ന സമയത്ത് ഞാൻ പിന്നെ അതിന് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിലൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. എന്താ ഈ മുൻകൂർ ജാമ്യം എന്നറിയോ? അടുത്ത ബഡ്ജറ്റ് ആരാ അവതരിപ്പിക്കേണ്ടത്? VD സതീശനാണ്. അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന് ഇതിനകത്ത് 20,000 കുറവാണ്, എനിക്ക് ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തീരെ പണമില്ല,
ഇത് കേരള സർക്കാർ പൂട്ടാൻ പോവുകയാണ്, പൂച്ച കെട്ടി കിടക്കുന്ന ട്രഷറി ആയിരുന്നു, 1 രൂപ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് പണം കൂടെ കണ്ടെത്താനുള്ള സാഹചര്യം കൂടെ ഇതിൽ ഈ പറയുന്ന അടുത്ത ബഡ്ജറ്റിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധവളപത്രം മുന്നോട്ട് ഇറക്കുകയാണ്. അപ്പം മുന്നിൽ ഒരു മുൻകൂർ ജാമ്യമാണ്. മുൻകൂർ ജാമ്യമാണ്. ഈ ബഡ്ജറ്റിൻ്റെ മുമ്പിൽ 2 പേജും കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. ഈ സാധനത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ബഡ്ജറ്റ് ഇപ്പോൾ വരുമ്പോൾ എന്താ സംഭവിക്കുക സാറേ? വരവ് 2020 മാർച്ചിൽ വരെയുള്ള വരവുണ്ടാവും, അതിന് ശേഷമുള്ള ചിലവുണ്ടാവും, ഇതിന് കിട്ടാനുള്ള ബാക്കി ഇത്രയുണ്ട്, ഇതൊക്കെ ബഡ്ജറ്റ് ഉണ്ടാവും. ആ സാധനം ഇതിലപ്പുറം അതിന് ശേഷം ബാക്കി കുറേ ഇടതുപക്ഷ സർക്കാരിൻ്റെ കുറ്റവും ഇതിനായിരിക്കൊന്നുമില്ല. അത് മാത്രം പോരാ, KSRTC 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര തുടങ്ങുമ്പോൾ എത്ര കൊടുക്കുന്നു എന്നുള്ള കണക്കും വേണം. അതെ, അല്ല ഇനി അതാ ഞാൻ പറഞ്ഞത്, വരുമാനം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ വന്നത് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പിന്നെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി പറഞ്ഞെന്താ KSRTCക്ക് സൗജന്യം കൊടുക്കുന്ന പൈസയെല്ലാം സർക്കാരിൻ്റെ ഇതാണ്. അതെങ്ങനെ സർക്കാരിന് ചെയ്യാൻ പറ്റുക? കിഫ്ബിക്കും മറ്റുള്ള സ്ഥാപനങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ KSRTCക്ക് വേണ്ടി പൈസ സർക്കാർ വേറെ കൊടുക്കാൻ പറ്റുക? ഇതിലേക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. KSRTC ആരുടെ സ്വത്താണോ അതിലേക്ക് തന്നെ അഡീഷണൽ ഇത്ര പൈസ കൊടുക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഒരു ഫണ്ട് നീക്കിയിരിക്കണം. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് എഴുതി വെച്ചായിരുന്നു സാറേ, എന്താണെന്നറിയോ? 5000 ബസ്സാണ് 2011 ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ 47,000 ജീവനക്കാർ 2011 ഉണ്ടായിരുന്നു. ഇന്ന് 3000 ബസ്സേ ഉള്ളൂ, 3000 ഷെഡ്യൂളേ ഉള്ളൂ. മറ്റേ പണ്ട് 2020 5000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. 22,000 ജീവനക്കാരുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്ര നഷ്ടം വരുന്നതെന്നാണല്ലോ ചോദ്യം. പിന്നെ ഇത്രയും നഷ്ടം എന്തിനാണ് പൈസ കൊടുക്കുന്നതെന്ന്? അന്നത്തെ ഡീസലിൻ്റെ വില എത്രയാണെന്നറിയോ? 41 രൂപ. ഇന്നത്തെ ഡീസലിൻ്റെ വില എത്ര അറിയോ? 102 രൂപ. ഏറ്റവും കൂടുതൽ പൈസ KSRTC മുടക്കുന്നത് എത്രയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് KSRTC മുടക്കുന്നത്? ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 2011 ഡീസൽ അടിച്ചതിൻ്റെ 3 ഇരട്ടി പൈസ കൊടുക്കണം ഇന്ന് ഡീസൽ അടിക്കാൻ. ആ പൈസ വരുമ്പോൾ അത്രയും വ്യത്യാസം വരും. അന്നത്തെ ശരാശരി ശമ്പളം എത്രയാണ്? 21,000. ഇന്നത്തെ ശരാശരി ശമ്പളം എത്രയാണ്? 45,000. അപ്പം ആ ശമ്പളം ആൾ കുറഞ്ഞതുകൊണ്ടോ പിന്നെ ഡീസലിൻ്റെ വില കുറഞ്ഞല്ല, പിന്നെ ഷെഡ്യൂൾ കുറഞ്ഞുകൊണ്ടോ റേറ്റ് വ്യത്യാസം വരുമോ? അത്ര റേറ്റ് ഇവിടെ കൂട്ടണ്ടേ? അപ്പോൾ പ്രതീതി നിർമ്മാണം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. 2011 ഇത്ര ഡീസൽ KSRTC ഇത്ര പൈസ നഷ്ടം ഉണ്ടാക്കുന്നുള്ളൂ, 2026 ആയപ്പോൾ ഇത്രയും നഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ള ഇതാണ് പ്രതീതി നിർമ്മാണം എന്ന് പറയുന്നത്. ധവളപത്രം കണ്ണാടിയോ എന്നുള്ളതാണ് ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 2. Meet the editors.